നമസ്കാരം. ഫ്യൂച്ചർ പ്ലസിന്റെ പുതിയൊരു മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചലച്ചിത്ര പഠനത്തിന്റെ ഭാഗമായി 4ാമത്തെ ബ്ലോക്കാണ് പഠിക്കാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് സിനിമയുടെ അഥവാ ചലച്ചിത്രത്തിന്റെ വിവിധ മേഖലകളെ കുറിച്ചിട്ടുള്ള പഠനങ്ങൾ നമ്മൾ നടത്തി. ചരിത്രത്തെക്കുറിച്ചും മലയാളത്തിലെ സിനിമയുടെ പ്രാധാന്യത്തെക്കുറിച്ചും എല്ലാം നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. ഇനി നമ്മൾ ഈ ഒരു ബ്ലോക്കിലൂടെ കൂടുതൽ ആഴത്തിൽ സാഹിത്യവുമായി സിനിമയ്ക്കുള്ള ബന്ധത്തെയാണ് അടയാളപ്പെടുത്താനായി ശ്രമിക്കുന്നത്. പ്രധാനമായിട്ടും നമുക്ക് കുറച്ച് വിഷയങ്ങളാണ് ചർച്ച ചെയ്യാനുള്ളത്. ഒന്ന്, സിനിമയും സാഹിത്യവും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ അല്ലേ. ഞാൻ മുന്നത്തെ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട് സിനിമയും സാഹിത്യവും പരസ്പര പൂരകങ്ങളായി വർത്തിക്കുന്നു എന്ന് അല്ലെ. അപ്പോ സിനിമയും സാഹിത്യവും തമ്മിലുള്ള ബന്ധം, അതിന്റെ ചരിത്രം എങ്ങനെയാണ്, തുടക്കം എങ്ങനെയാണ്, ഏതെല്ലാം രീതിയിലാണ് ഇന്നും അത് വളർന്നെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ ചർച്ച ചെയ്യുന്നത്. അതുപോലെ തന്നെ രണ്ടാമതായി പഠിക്കാനുള്ളത് സാഹിത്യം അഥവാ സിനിമയ്ക്കും ഇതര കലകൾക്കും തമ്മിലുള്ള ബന്ധം. അതായത് സിനിമയിലെ സാഹിത്യവും ഇതര കലകളും എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നു. അതുപോലെ തന്നെ ഇന്ന് സിനിമയിൽ ഒരിക്കലും ഒഴിച്ചു നിർത്താൻ പറ്റാത്തൊരു ഘടകമാണ് സംഗീതം എന്ന് പറയുന്നത്. ചലച്ചിത്രത്തിനും സംഗീതത്തിനും തമ്മിലുള്ള ബന്ധം, അതിന്റെ ചരിത്രം, അതിന്റെ വളർച്ച എന്നിവയും നമ്മൾ ഈ ഒരു ബ്ലോക്കിലൂടെ ചർച്ച ചെയ്യുന്നതാണ്. അടുത്തത്, സിനിമയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് തിരക്കഥ എന്ന് പറയുന്നത് അല്ലെ. അഥവാ സിനിമയുടെ സാഹിത്യം, ചലിക്കുന്ന ചിത്രമായി ചലച്ചിത്രത്തിന്റെ സാഹിത്യ രൂപമാണ് തിരക്കഥ എന്ന് പറയുന്നത്. നമ്മൾ സാഹിത്യം പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്, അപ്പോൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു ഭാഗവും കൂടിയാണ് സിനിമയിൽ തിരക്കഥയ്ക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ച്. അവസാനം എന്താണ് ചലച്ചിത്ര ആസ്വാദനമെന്നും എന്താണ് ചലച്ചിത്ര നിരൂപണമെന്നും ചർച്ച ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ബ്ലോക്ക് അവസാനിപ്പിക്കുക. അപ്പൊ ഈ ഒരു ബ്ലോക്കിലൂടെ സാഹിത്യത്തെ അല്ലെങ്കിൽ സിനിമയും സാഹിത്യവും എന്ന വിഷയത്തെ മുഴുവനായി നമുക്ക് കവർ ചെയ്ത് പോകേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ആദ്യത്തെ പോയിന്റിലേക്ക് കടക്കാം. സിനിമയും സാഹിത്യവും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ. കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുക അല്ലെ. അപ്പൊ സിനിമയും സാഹിത്യവും തമ്മിൽ എന്താണ് കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുക? അതെ, അതായത് സാഹിത്യകൃതികൾ സിനിമയാക്കുന്നതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ഭാഗത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിലെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് അനുകൽപ്പം എന്ന് പറയുന്നത്. അനുകൽപ്പം അഥവാ അനുവർത്തനം, അഡാപ്റ്റേഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. നിലനിൽക്കുന്ന ഒരു സാഹിത്യകൃതിയെ തിരക്കഥയാക്കി അഥവാ ചലച്ചിത്രമാക്കി പരിവർത്തിപ്പിക്കുന്ന പ്രക്രിയയാണ് അനുകൽപ്പം. അനുകൽപ്പം നമ്മൾ എന്താണെന്ന് കൃത്യമായിട്ട് തന്നെ അറിഞ്ഞിരിക്കണം. അതായത് ഒരു സാഹിത്യകൃതിയെ മറ്റൊരു മാധ്യമത്തിലേക്ക് മാറ്റുക. അതായത് എഴുത്ത് എന്നുള്ള മാധ്യമമായിട്ടുള്ള സാഹിത്യമായിട്ടുള്ള ഒരു കൃതിയെ സിനിമ എന്ന അല്ലെങ്കിൽ ഒരു ദൃശ്യകലയിലേക്ക് മാറ്റുന്ന ആ ഒരു പ്രക്രിയയെ പറയുന്ന പേരാണ് അനുകൽപ്പം എന്ന് പറയുന്നത്. ഈ അനുകൽപ്പം വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ബ്ലോക്ക് മൊത്തം ചർച്ച ചെയ്യാൻ പോകുന്നത്. അഥവാ സാഹിത്യകൃതികൾ എത്തരത്തിലെല്ലാം സിനിമകളാക്കപ്പെട്ടിട്ടുണ്ട്, അവയുടെ ഒരു ചരിത്രമാണ് നമ്മൾ പരിശോധിക്കുന്നത് അല്ലെ. അപ്പൊ എന്താണ് കൃത്യമായിട്ട് അനുകൽപ്പം എന്ന് അറിഞ്ഞിരിക്കണം. ഒരു സാഹിത്യകൃതിയെ എന്താക്കി മാറ്റുന്നു, ചലച്ചിത്രമാക്കി മാറ്റുന്ന പ്രക്രിയയാണ് എന്തു പറയുക, അഡാപ്റ്റേഷൻ അഥവാ അനുകൽപ്പം, അനുവർത്തനം എന്നൊക്കെ പറയുക. അപ്പൊ അനുവർത്തനം എന്താണെന്ന് ഓർത്തു വയ്ക്കാം. ഏതൊക്കെയാണ് അനുവർത്തനം ചെയ്യാൻ പറ്റുക? നമുക്ക് ചെറുകഥ ചെയ്യാം, നോവൽ ചെയ്യാം, കവിത ചെയ്യാം. ഇത്തരത്തില് സാഹിത്യത്തിൽ എഴുതപ്പെട്ടുള്ള ഏത് മേഖലയെ വേണമെങ്കിലും, സാഹിത്യത്തിലെ ഏത് വിഭാഗത്തെ വേണമെങ്കിലും നമുക്ക് എന്താക്കി മാറ്റാനായി സാധിക്കും? അനുകൽപ്പമാക്കി മാറ്റാനായി സാധിക്കും. പക്ഷെ മലയാളത്തിൽ പൊതുവെ കൂടുതൽ ചെറുകഥകൾ, കവിതകൾ, കൂടുതലും നോവലുകളൊക്കെയാണ് സിനിമയായിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. ചില ഉദാഹരണങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടായിരിക്കും. അപ്പോ ഇത് മാത്രമല്ല, ആത്മകഥ, ജീവചരിത്രം, ഇതൊക്കെ സാഹിത്യത്തിന്റെ പ്രധാനപ്പെട്ട മേഖലയാണ് അല്ലെ. മലയാള സാഹിത്യത്തെ സംബന്ധിച്ചൊക്കെ പ്രധാനപ്പെട്ട മേഖലകളാണ് ആത്മകഥ, ജീവചരിത്രം, നോവൽ, ചെറുകഥ, കവിത, ഇതിഹാസം, നാടകം എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇവയൊക്കെ എന്താക്കി മാറ്റിയിട്ടുണ്ട്?
സിനിമകളാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏതാണ് ഒരു ചെറുകഥയെ സിനിമയാക്കി മാറ്റുന്ന പ്രക്രിയയെ നമുക്ക് എന്ത് പറയാം? അനുകൽപ്പം എന്ന് പറയാം. അപ്പൊ ഇതുപോലെ ഏത് സാഹിത്യ വിഭാഗമായാലും ആ വിഭാഗത്തിനെയൊക്കെ ചലച്ചിത്രമാക്കി മാറ്റുന്ന രീതിയാണ് അനുകൽപ്പം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരു സാഹിത്യകൃതിയെ ചലച്ചിത്രത്തിന്റെ സാഹിത്യം ഏതാണ്? ചലച്ചിത്രത്തിന്റെ സാഹിത്യമാണ് തിരക്കഥ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഒരു കൃതി എടുത്തു, അപ്പൊ ഒരു ചെറുകഥയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ വേണ്ട ഒരു കവിതയാണെന്ന് വിചാരിക്കുക. കുമാരനാശാന്റെ കരുണ എന്നുള്ള കവിത സിനിമയായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു കവിതയെ എങ്ങനെ, അപ്പൊ കവിത അതിലെ വാസവദത്ത എന്നുള്ള കഥാപാത്രം, ഉപഗുപ്തൻ എന്നുള്ള കഥാപാത്രം അല്ലെ, ഇവരെയൊക്കെ കഥാപാത്രങ്ങളായി പ്രതിഷ്ഠിച്ചുകൊണ്ട് ഒരു കവിതയെ എന്താക്കി മാറ്റുക? വലിയൊരു സാഹിത്യ രൂപമായിട്ടുള്ള തിരക്കഥയാക്കി മാറ്റും. അതായത് സിനിമയുടെ സാഹിത്യ രൂപമാണ് തിരക്കഥ. തിരക്കഥ എഴുതിയതിനു ശേഷമാണ് എന്ത് നിർമ്മിക്കുകയുള്ളൂ? സിനിമ നിർമ്മിക്കുകയുള്ളൂ അല്ലെ. അപ്പോ ഈ കുമാരനാശാന്റെ കരുണയാണെങ്കിൽ ആ കരുണ എന്നുള്ള കവിതയെ എടുക്കുകയും അതിനെ എന്താക്കി പരിവർത്തിപ്പിക്കും? ഒരു തിരക്കഥയാക്കി പരിവർത്തിക്കും. ആ തിരക്കഥയാണ് എന്ത് ചെയ്യുക? ചലച്ചിത്രമായി രൂപാന്തരപ്പെടുത്തുക അല്ലെ. അപ്പൊ ഇത്തരത്തിലാണ് ചെറുകഥയായാലും നോവലുകളായാലും എന്ത് ചെയ്തിട്ടാണ്? ആദ്യം തിരക്കഥ രൂപപ്പെടുത്തുകയും ആ തിരക്കഥയിൽ നിന്ന് പിന്നീട് ചലച്ചിത്രങ്ങളാക്കി മാറ്റുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ഒരു കഥ എടുക്കുന്ന കഥയോ ചെറുകഥയോ കവിതയോ ആ കഥയെ എന്താക്കി മാറ്റുന്നു? തിരക്കഥയാക്കി മാറ്റുന്നു. ആ തിരക്കഥയെ പിന്നെ ചലച്ചിത്രമാക്കി രൂപാന്തരപ്പെടുത്തുന്ന ഈ ഒരു പ്രക്രിയ അല്ലെ, ആ ഒരു പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുക? അനുകൽപ്പം അനുകൽപ്പനം എന്ന് പറയുക. കൽപ്പല്ലാട്ടോ, അനുകൽപ്പനം എന്ന് പറയുക. ഇനി അനുകൽപ്പനത്തിനെ തന്നെ നമ്മൾ വേറൊരു പേര് വിളിക്കുന്നതാണ് അനുവർത്തനം. നമുക്ക് ചോദ്യത്തിലൊക്കെ പ്രതീക്ഷിക്കാം എന്താണ് അനുവർത്തനം അഥവാ അനുകൽപ്പം എന്നുള്ളത്. രണ്ടും തമ്മിൽ വ്യത്യാസമില്ല. അനുവർത്തിക്കുകയും അല്ലെങ്കിൽ വർത്തനം ചെയ്യുകയും അനുകൽപ്പനം നടത്തുകയും ചെയ്യുക. ഇനി ഇതിനെ കുറിച്ചിട്ടുള്ള രണ്ട് വ്യക്തികളുടെ വ്യത്യസ്ത അഭിപ്രായം. എന്താണ് അനുകൽപ്പം എന്ന് ചോദിക്കുന്ന സമയത്ത് ചില നിർവചനങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. അതിന് പറ്റുന്ന ഒരു നിർവചനാണ്: മൂലകൃതിയിലെ ആശയം അപ്പാടെ മറ്റൊരു മാധ്യമത്തിലേക്ക് പകർത്തുന്ന പ്രക്രിയയാണ് അനുവർത്തനം എന്ന് ഡി ആൻഡ്രൂ പറയുന്നു. ഇതൊരു തരത്തിൽ വിവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മേഖല കൂടിയാണ് അല്ലെ. വിവർത്തനം എന്താ? ഒരു ഭാഷയിലെ ആശയത്തെ അല്ലെങ്കിൽ എന്താണോ അവതരിപ്പിച്ചിരിക്കുന്നത് അതിനെ മറ്റൊരു ഭാഷയിലേക്ക് മാറ്റുന്ന പ്രക്രിയയാണ് എന്ത് പറയുക? വിവർത്തനം എന്ന് പറയുക. അപ്പൊ അതിൽ തന്നെ നമ്മൾ മുന്നേ വിവർത്തനവുമായി ബന്ധപ്പെട്ടിട്ട് ആശയ വിവർത്തനമൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ആശയത്തെ വിവർത്തനം ചെയ്യുക, ഒരു മാധ്യമത്തിലെ ആശയത്തെ മറ്റൊരു മാധ്യമത്തിലെ ആശയത്തിലേക്ക് വിവർത്തനം ചെയ്യുക. എങ്ങനെയാ? ഇപ്പൊ കവിതയിലെ ഒരു ആശയമാണെങ്കിൽ ആ ആശയത്തെ എന്തിലേക്ക് മാറ്റുന്നു? സിനിമയുടെ സാഹിത്യമായ തിരക്കഥയിലേക്ക് മാറ്റുന്ന പ്രക്രിയ കൂടിയാണ് അനുവർത്തനം. അപ്പൊ ഇവിടെ ഡി ആൻഡ്രൂ പറയുന്ന നിർവചനം എന്താ? മൂലകൃതിയിൽ ഏതാണോ ലക്ഷ്യം വെക്കുക, അല്ലെങ്കിൽ മൂലമായിട്ടുള്ള കൃതി അതിനെ ലക്ഷ്യം വെക്കുന്ന കൃതിയുടെ ആശയത്തിലേക്ക് മാറ്റുന്ന പ്രക്രിയയാണ് എന്ത് പറയുക? അനുവർത്തനം അഥവാ അനുകൽപ്പനം എന്ന് ഡി ആൻഡ്രൂ പറയുന്നു. ഒന്ന് രണ്ട് നിർവചനങ്ങളൊക്കെ നിങ്ങൾ ഓർത്തു വെക്കണം, നമുക്ക് ചേർത്ത് എഴുതേണ്ടതാണ്. ഇനി റോബർട്ട് നെഥാന്റെ അഭിപ്രായം എന്താ? ചലച്ചിത്രം കാണാനുള്ള ഒരു നോവലാണ്. എന്താണ്? നമ്മള് സാഹിത്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണല്ലോ പഠിക്കുന്നത് അല്ലെ. അപ്പൊ ചലച്ചിത്രം അങ്ങനെ ഒരു നോവലാവുന്നു. നമുക്ക് ചില നോവലുകൾ വായിക്കുന്ന സമയത്ത് നമുക്കതൊരു സിനിമ പോലെ അല്ലെ, ചലിക്കുന്ന ചിത്രമായിട്ടൊക്കെ, അല്ലെങ്കിൽ നമ്മളത് ഇമാജിനേഷൻ ചെയ്യുക. അപ്പൊ അത്തരത്തിൽ അതൊരു വലിയൊരു ചിത്രമായിട്ട് നമുക്ക് അനുഭവപ്പെടും. അപ്പൊ ഇവിടെ റോബർട്ട് നെഥാൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ചലച്ചിത്രം കാണുന്ന ഒരു നോവലാണ്. സാധാരണ നോവൽ നമ്മൾ എന്താ ചെയ്യുക? വായിക്കുകയാണ് ചെയ്യുക അല്ലെ. പക്ഷെ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ചലച്ചിത്രം കാണാനുള്ള ഒരു നോവലാണ്. അത്തരത്തിൽ കാണാനുള്ള ഒരു നോവലിനെയാണ് എന്ത് പറയുക? അനുകൽപ്പം എന്ന് പറയുക എന്നാണ് നെഥാന്റെ അഭിപ്രായം. അപ്പൊ എന്താണ്? പൊതുവെ നമുക്ക് ഇതിനെ എന്തെന്ന് പറയാം? അനുവർത്തനത്തെ എഴുത്തുകാരന്റെ സിനിമ, അതായത് തിരക്കഥ എഴുത്തുകാരന് വേണ്ടിയിട്ടാണല്ലോ അത് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ആ സിനിമ സംവിധാനം ചെയ്യുന്ന വ്യക്തിക്ക് വേണ്ടിയിട്ട്. അപ്പൊ ആ ഒരു പ്രക്രിയയാണ് നമ്മൾ അനുകൽപ്പം എന്ന് പറയുന്നത്. വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ ഓർത്തു വെക്കാം. ഇനി നമുക്കൊരു ലോക സിനിമയുടെ ഒരു ചരിത്രത്തിലേക്ക് പോകും അല്ലെ. എങ്ങനെയായിരുന്നു അനുകൽപ്പത്തിന്റെ ഒരു തുടക്കം എന്നൊക്കെ നോക്കാം. ആദ്യത്തെ ചലച്ചിത്രം ആരാണ്? ആദ്യത്തെ ചലച്ചിത്ര നിർമ്മാതാക്കൾ
ഓർമ്മയില്ലേ? നമ്മുടെ ലൂമിയർ സഹോദരന്മാര് അല്ലെ. ലൂമിയർ സഹോദരന്മാരാണ് ആദ്യത്തെ ചലച്ചിത്രം നിർമ്മിക്കുന്നത്. അവര് തന്നെയാണ് ആദ്യത്തെ അനുകൽപ്പന സിനിമയും നിർമ്മിക്കുന്നത്. ഏതായിരുന്നു? ആദ്യത്തെ ചലച്ചിത്ര നിർമ്മാതാവായിട്ടുള്ള ലൂമിയർ ബ്രദേഴ്സ് 1897 ബൈബിളിനെ അവലംബിച്ചുകൊണ്ട് ലാ വിറ്റ ഇ പാഷൻ ഡി ജീസസ് ക്രിസ്റ്റ് എന്ന് പറയുന്ന ഒരു ചലച്ചിത്രം നിർമ്മിക്കുന്നു. അതായത് ബൈബിളിനെ ആധാരമാക്കി ക്രൈസ്റ്റിനെ കുറിച്ചിട്ടുള്ള ഒരു സിനിമ ആദ്യമായി സംവിധാനം ചെയ്യുന്നത് ലൂമിയർ സഹോദരന്മാരാണ്. അപ്പൊ ബൈബിൾ ഒരു കൃതിയാണല്ലോ അല്ലെ, എഴുതപ്പെട്ടിട്ടുള്ള ഒരു സാഹിത്യ രൂപമാണ് ബൈബിൾ എന്ന് പറയുന്നത്. അപ്പൊ ആ സാഹിത്യകൃതിയെ എന്താക്കി മാറ്റുന്നു? ലൂമിയർ സഹോദരന്മാര് ഒരു സിനിമയാക്കി മാറ്റുന്നു. അപ്പൊ ആദ്യത്തെ ഉദ്യമം, ലോക സിനിമയുടെ ചരിത്രത്തിൽ ആദ്യത്തെ അനുകൽപ്പനത്തിന്റെ ഉദ്യമമായിരുന്നു ലൂമിയർ സഹോദരന്മാർ നിർമ്മിച്ചിരുന്നത്. അതുപോലെ തന്നെ ബൈബിളിന് വീണ്ടും അലിയാസ് ഗൈ എന്ന് പറയുന്ന നിർമ്മിച്ചിട്ടുള്ള ഒരു സംവിധായകൻ നിർമ്മിച്ചിട്ടുള്ള ലേ വിയ ഡേ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ 1899 ഇറങ്ങിയിട്ടുള്ള ഒരു സിനിമയും. ഇത്തരത്തിൽ ബൈബിളിന് ഒരുപാട് വിവർത്തനങ്ങൾ ഉണ്ടായതുപോലെ തന്നെ സിനിമയ്ക്കും ഒരുപാട് വിഷയീഭവിച്ചിട്ടുള്ള ഒരു സാഹിത്യ രൂപമായിട്ട് നമുക്ക് ബൈബിളിനെ കണക്ക്. ബൈബിൾ മാത്രമല്ല, ഇപ്പൊ നമുക്ക് ഇന്ത്യൻ ഇതിഹാസങ്ങളായിട്ടുള്ള രാമായണവും മഹാഭാരതവും ഒക്കെ പരിശോധിക്കുന്ന സമയത്ത് ഒരുപാട് ആ ഒരു സാഹിത്യത്തെ ഒരുപാട് സിനിമയാക്കിയിട്ട് പിന്നീട് പരിവർത്തനം അല്ലെ. ചിലപ്പോൾ ചില കഥകളായിരിക്കാം. ഇപ്പൊ ദുഷ്യന്തന്റെ കഥകൾ സിനിമയായിട്ടുണ്ട്. ശകുന്തള കഥ, അല്ലെങ്കിൽ നളന്റെയും ദമയന്തിയുടെയും കഥ അല്ലെ. ഇത്തരത്തിൽ ചില ഭാഗങ്ങളൊക്കെ സിനിമയാക്കപ്പെട്ടിട്ടുണ്ട്. ആ ഒരു മുഴുവൻ കൃതി തന്നെ സിനിമയാക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ബൈബിൾ, ഖുറാൻ, ഇതുപോലെയുള്ള ഇതിഹാസം, മഹാഭാരതം, രാമായണം, ഒഡീസി, ഇലിയഡ് തുടങ്ങിയിട്ടുള്ള ഇതിഹാസങ്ങളൊക്കെ ആയിരുന്നു ആദ്യകാലത്ത് എന്താക്കി പരിവർത്തിപ്പിച്ചിരുന്നത്? സിനിമയാക്കി പരിവർത്തിപ്പിച്ചിരുന്നത്. അപ്പോ ഇങ്ങനെയായിരുന്നു ലോക സിനിമയിൽ ലൂമിയർ സഹോദരന്മാര് തന്നെയാണ് അനുകൽപ്പനം എന്നുള്ള ഒരു സിനിമാ സമ്പ്രദായത്തിന് തുടക്കം കുറിക്കുന്നത്. ഇനി സാഹിത്യകൃതിയായി വെച്ച് നമുക്ക് ബൈബിളിനെ ഒരു പൂർണ്ണമായ ഒരു സാഹിത്യകൃതിയായിട്ട് കണക്കാൻ പറ്റില്ല. അതൊരു മതവുമായി ബന്ധപ്പെട്ടത് കൂടിയാണ് അല്ലെ. ക്രിസ്തീയ മതവുമായിട്ട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന പുസ്തകമാണ് ബൈബിൾ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു സാഹിത്യകൃതിയായി മാത്രം പരിഗണിക്കാൻ പറ്റില്ല. പക്ഷെ പൂർണ്ണമായ ഒരു സാഹിത്യകൃതിയെ ആദ്യമായിട്ട് അനുകൽപ്പനമായി നിർമ്മിച്ചത് ജോർജ് മിവിലിസ് ചിത്രീകരിച്ച എ ട്രിപ്പ് ടു ദ മൂൺ എന്ന് പറഞ്ഞ ഒരു സിനിമയിലൂടെ ആണ്. അപ്പൊ ആദ്യമായിട്ട് ഒരു സാഹിത്യകൃതി, ഒരു പൂർണ്ണ സാഹിത്യകൃതിയെ സിനിമയാക്കിയത് ആരായിരുന്നു? ജോർജ് മിവിലിയസ് ആയിരുന്നു എന്നുള്ള കാര്യം ഓർത്തു വെക്കുക കേട്ടോ. അതാണ് രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഗ്രിഫിത്ത്, ലോക സിനിമയുടെ ചരിത്രത്തില് പ്രധാനപ്പെട്ട ഒരു ചലച്ചിത്ര സംവിധായകനാണ് ഗ്രിഫിത്ത്. ഡേവിഡ് വാർക്ക് ഗ്രിഫിത്ത് എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. അപ്പൊ അദ്ദേഹം എന്തായിരുന്നു? അദ്ദേഹം സാഹിത്യ നോവലുകളും നാടകങ്ങളും ചെറുകഥകളും കവിതയും ഒക്കെ എന്താക്കിയിട്ടുണ്ട്? സിനിമയാക്കി രൂപാന്തരപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഭാഗമാണിത്. ഫ്രാൻസിലെ വിഖ്യാതമായിട്ടുള്ള ക്ലാസിക് കൃതികൾ ചലച്ചിത്രത്തിലേക്ക് പകർത്താൻ വേണ്ടി മാത്രം ഒരു കമ്പനി രൂപീകരിച്ചിരുന്നു. ആ കമ്പനിയുടെ പേരാണ് സൊസൈറ്റി ഫിലിം ഡേ ആർട്ട് എന്ന് പറയുന്നത്. 1908 സ്ഥാപിതമായതാണ്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? സാഹിത്യകൃതികളെ സിനിമയാക്കുന്നതിന് വേണ്ടി മാത്രം രൂപപ്പെട്ട ഒരു കമ്പനി ആയിരുന്നു ഏത്? സൊസൈറ്റി ഫിലിം ഡേ ആർട്ട് എന്ന് പറയുന്നത്. 1908 ഫ്രാൻസിലാണത് രൂപം കൊള്ളുന്നത്. പിന്നെ അതുപോലെ തന്നെ ഷേക്സ്പിയറിന്റെ ഒട്ടുമിക്ക കൃതികൾ വിവർത്തനത്തോടൊപ്പം തന്നെ വലിയ രീതിയിൽ സിനിമകളാക്കപ്പെട്ടിട്ടുണ്ട്. നാടകങ്ങളായിട്ടുള്ള മാക്ബത്ത് പോലെയുള്ള നാടകങ്ങളൊക്കെ എന്താക്കപ്പെട്ടിട്ടുണ്ട്? സിനിമയാക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഷേക്സ്പിയറിന്റെ ഒട്ടുമിക്ക കൃതികളും സിനിമയായിട്ട് പ്രദർശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് ഒരു ചരിത്രം. അപ്പൊ ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തെ പരിശോധിക്കുന്ന സമയത്ത് ലൂമിയർ സഹോദരന്മാരും പിന്നീട് വന്നിട്ടുള്ള ആദ്യ സാഹിത്യകൃതിയും അതുപോലെ തന്നെ ഷേക്സ്പിയറിന്റെ കഥകളും ഗ്രിഫിത്തിനെ കുറിച്ചിട്ടൊക്കെ ഓർത്തു വയ്ക്കുക. അതുപോലെ തന്നെ ഈ ഒരു സൊസൈറ്റി ഫിലിം ഡേ ആർട്ട് എന്ന് പറയുന്ന ഒന്ന് ഓർത്തു വയ്ക്കുക. എന്തിനു വേണ്ടിയിട്ടായിരുന്നു രൂപീകരിക്കപ്പെട്ടിരുന്നത്? അനുകൽപ്പനങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. സാഹിത്യകൃതികൾ അഥവാ ക്ലാസിക് ആയിട്ടുള്ള അക്കാലത്ത് ഇറങ്ങിയിരുന്ന കൃതികളെല്ലാം ചലച്ചിത്രമായി
പരിവർത്തിപ്പിക്കപ്പെടുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടിരുന്ന ഒരു കമ്പനി ആയിരുന്നു സൊസൈറ്റി ഫിലിം ഡേ ആർട്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇന്ത്യൻ സിനിമയിൽ എങ്ങനെയായിരുന്നു അനുകൽപ്പന സിനിമകൾ അഥവാ അനുവർത്തന സിനിമകളുടെ ഒരു ചരിത്രം എന്ന് പരിശോധിച്ചാൽ, നമ്മുടെ ആദ്യത്തെ സിനിമയായിട്ടുള്ള രാജാ ഹരിശ്ചന്ദ്ര അല്ലെ, ഇന്ത്യയിൽ ആദ്യം ചിത്രീകരിക്കപ്പെട്ട അല്ലെങ്കിൽ പ്രദർശിപ്പിക്കപ്പെട്ട ചിത്രമാണ് രാജാ ഹരിശ്ചന്ദ്ര എന്ന് പറയുന്നത്. ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ദന്തിരാജ് ഗോവിന്ദ് ഫാൽക്കെ ആയിരുന്നു ആ സിനിമ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം നിർമ്മിച്ച ആ രാജാ ഹരിശ്ചന്ദ്ര തന്നെ ആയിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ അനുകൽപ്പന സിനിമയും. ഇപ്പോ രണ്ട് ചരിത്രമുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നതും രാജാ ഹരിശ്ചന്ദ്ര തന്നെയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ അനുകൽപ്പന ചിത്രവും ഏതാണ്? രാജാ ഹരിശ്ചന്ദ്രയാണ് എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. അപ്പൊ എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ചലച്ചിത്രവും ആദ്യത്തെ അനുവർത്തന സിനിമയും രാജാ ഹരിശ്ചന്ദ്രയാണ്. പിന്നീട് ഒരുപാട് അനുവർത്തന സിനിമകൾ, ആദ്യത്തെ സിനിമ തന്നെ അനുവർത്തനമായിട്ട് അല്ലെങ്കിൽ അനുകൽപ്പന സിനിമയായിട്ട് പുറത്തിറക്കുന്നു. അതിനുശേഷം ഒരുപാട് കൃതികളെ അടിസ്ഥാനമാക്കിയിട്ട് ഇന്ത്യയിൽ സിനിമകൾ ഇറങ്ങപ്പെട്ടിട്ടുണ്ട്. എഡ്വിൻ അർണോൾഡിന്റെ ദ ലൈറ്റ് ഓഫ് ദ ഏഷ്യ, ശരത്ചന്ദ്ര ചാറ്റർജിയുടെ ദേവദാസ്, ഗൃഹദ ചാറ്റർജിയുടെ കാശിനാഥ് തുടങ്ങിയിട്ടുള്ള സിനിമയൊക്കെ ഇറങ്ങുന്നുണ്ട്. പക്ഷേ ഈ ഒരു ചരിത്രത്തിൽ അനുകൽപ്പന സിനിമയുടെ ചരിത്രം, ഇന്ത്യൻ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അതിൽ അടയാളപ്പെടുത്തേണ്ട വ്യക്തി നമ്മുടെ സത്യജിത് റായാണ്. ഒരുപാട് സിനിമകളെ അദ്ദേഹം എന്താക്കിയിട്ടുണ്ട്, അനുവർത്തന സിനിമകളായിട്ടാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒട്ടുമിക്ക സിനിമകളും അനുകൽപ്പന സിനിമകളായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ വേണ്ടി. സാഹിത്യത്തിൽ നിന്ന് വലിയ രീതിയിൽ ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ടായിരുന്നു അദ്ദേഹം ചലച്ചിത്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. അത്തരത്തിൽ ഇന്ത്യൻ അനുകൽപ്പന സിനിമയുടെ ഒരു പ്രധാന നാഴികക്കല്ല് സൃഷ്ടിക്കാൻ സഹായിച്ച വ്യക്തികളിൽ ഒന്നായിരുന്നു നമ്മുടെ സത്യജിത് റേ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം ചെയ്തിട്ടുള്ള കൂടുതൽ സിനിമകളും എന്തായിരുന്നു? അനുകൽപ്പന സിനിമകളായിരുന്നു. അതിൽ പ്രധാനപ്പെട്ടാണ് പതേർ പാഞ്ചാലി. പതേർ പാഞ്ചാലിയുടെ പേരിലാണ് അദ്ദേഹം കൂടുതൽ പ്രസിദ്ധനായിട്ടുള്ളത്. അപ്പൊ വിഭൂതിഭൂഷൺ എഴുതിയിട്ടോ വിഭൂതിഭൂഷന്റെ അപ്രയത്നം എന്ന് പറഞ്ഞ ആ നോവലിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് പതേർ പാഞ്ചാലി അദ്ദേഹം സംവിധാനം ചെയ്യുന്നത്. അതുപോലെ തന്നെ അപരാജിത, അബുർ സെൻസാർ തുടങ്ങിയിട്ടുള്ള സിനിമകളൊക്കെ അദ്ദേഹം സാഹിത്യകൃതികളെ അടിസ്ഥാനമാക്കിയിട്ട് സംവിധാനം ചെയ്തിട്ടുള്ള സിനിമകളാണ്. ഇതിൽ പതേർ പാഞ്ചാലിക്ക് വലിയ പ്രാധാന്യം തന്നെ ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തില് ഉണ്ട് എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. പിന്നെ അതല്ലാതെ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ള മറ്റു സിനിമകളാണ് താരാശങ്കർ ബാനർജിയുടെ കഥയായിട്ടുള്ള ജൽസാഗർ അദ്ദേഹം സിനിമയാക്കി പരിവർത്തനപ്പെടുത്തിയിട്ടുണ്ട്. പ്രഭാത് കുമാർ മുഖർജിയുടെ കഥയായിട്ടുള്ള ദേവി, അതുപോലെ തന്നെ ടാഗോറിന്റെ കഥയായിട്ടുള്ള പോസ്റ്റ് മാസ്റ്റർ, മോനിഹാര, സമാപ്തി തുടങ്ങിയിട്ടുള്ള ചെറുകഥകളെ അവലംബിച്ചുകൊണ്ട് അദ്ദേഹം നിർമ്മിച്ച സിനിമയാണ് ടീർക്കന്യ. അതുപോലെ തന്നെ നഷ്ടനീട് എന്ന നോവലിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് വളരെ പ്രസിദ്ധമായിട്ടുള്ള സിനിമയായിട്ടുള്ള ചാരുലത അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിൽ അദ്ദേഹം സാഹിത്യകൃതിയെ അടിസ്ഥാനമാക്കി ഒരുപാട് സിനിമകൾ ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിലേക്ക് ഉൾച്ചേർത്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട അക്കാലത്തെ എഴുത്തുകാരുടെ കൃതികൾ, ഇപ്പൊ താരാശങ്കർ ബാനർജിയുടെയും ടാഗോറിന്റെയും ഒക്കെ കൃതികളെ അദ്ദേഹം അനുകൽപ്പനങ്ങളായി മറ്റൊരു മാധ്യമത്തിലേക്ക് പകർത്തിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ അനുകൽപ്പനത്തിന്റെ ഒരു പ്രധാന വ്യക്തി തന്നെയാണ്, അല്ലെ അനുകൽപ്പന സിനിമയുടെ ചരിത്രത്തിൽ ഒരു പ്രധാന വ്യക്തിയായി തന്നെ നമുക്ക് സത്യജിത് റേയെ കണക്കാക്കാവുന്നതാണ്. ഇനി നമ്മൾ അനുവർത്തനം മലയാള സിനിമയിലേക്ക് വരികയാണ്. നമ്മൾ പറഞ്ഞു ആദ്യ സിനിമ വിഗതകുമാരിന് ശേഷം ഇറങ്ങിയ സിനിമയായിരുന്നു മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്നത്. മാർത്താണ്ഡവർമ്മ എന്ന് പറഞ്ഞ രാജാവിന്റെ കഥയെ അടിസ്ഥാനമാക്കി നമ്മുടെ CV രാമൻ പിള്ള രചിച്ചിട്ടുള്ള പുസ്തകമാണ് മാർത്താണ്ഡവർമ്മ എന്നുള്ളത്. മാർത്താണ്ഡവർമ്മ പറഞ്ഞ ആ പുസ്തകത്തെ അതേ പേരിൽ തന്നെ സിനിമയാക്കി മാറ്റുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പൊ മലയാളത്തിലെ ആദ്യത്തെ അനുകൽപ്പന ചിത്രമാണ് മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്നത്. CV രാമൻപിള്ളയായിരുന്നു ആ പുസ്തകം രചിച്ചിരുന്നത്. അതിനെ ആധാരമാക്കിയിട്ടാണ് അതേ പേരിൽ തന്നെ 1933 മാർത്താണ്ഡവർമ്മ എന്ന് പറഞ്ഞ സിനിമ പ്രസിദ്ധീകരിക്കുക അല്ലെങ്കിൽ പ്രദർശനത്തിന് എത്തുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മുടെ ആദ്യത്തെ ശബ്ദചിത്രം മാർത്താണ്ഡവർമ്മ ഒരു നിശബ്ദ ചിത്രം, രണ്ടാമത്തെ ചിത്രം നിശബ്ദ ചിത്രമായിരുന്നു. പക്ഷെ രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള നമ്മുടെ ബാലൻ ആദ്യത്തെ ശബ്ദചിത്രം അല്ലെ, രണ്ടാമത്തെ ശബ്ദചിത്രമായിട്ടുള്ള
എഴുതിയിട്ടുള്ള ജ്ഞാനാംബികയും സി മാധവൻ പിള്ളയുടെ ഏത് പുസ്തകം, ഒരു ജനസമ്മതി നേടിയിട്ടുള്ള നോവലിനെ അടിസ്ഥാനമാക്കിയിട്ടായിരുന്നു ജ്ഞാനാംബിക എന്ന് പറഞ്ഞ സിനിമയും ചിത്രീകരിക്കപ്പെട്ടിരുന്നത്. 1940 ജ്ഞാനാംബിക പ്രദർശനത്തിന് എത്തുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ സി മാധവൻ പിള്ളയുടെ കൃതി അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ജ്ഞാനാംബിക എന്നുള്ള സിനിമ പുറത്തിറങ്ങുന്നത്. അപ്പൊ ആദ്യ കാലഘട്ടത്തിൽ തന്നെ സിനിമയുടെ ചരിത്രം അല്ലെങ്കിൽ മലയാള സിനിമയുടെ ചരിത്രം ആരംഭിക്കുന്ന ആദ്യ കാലഘട്ടം മുതൽക്ക് തന്നെ അനുകൽപ്പനത്തിന് വലിയ പ്രാധാന്യം നൽകിയിരുന്നു. അല്ലെങ്കിൽ സാഹിത്യകൃതിയെ അവലംബിച്ചുകൊണ്ട് സിനിമകൾ നിർമ്മിക്കുക എന്നുള്ളത് ആ ഒരു കാലഘട്ടം സിനിമ എങ്ങനെ വളർന്നു അതിനോടൊപ്പം തന്നെയാണ് അനുകൽപ്പന സിനിമയുടെ വളർച്ചയും എന്ന് വേണം നമ്മൾ കണ്ടെത്താൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് മലയാള സിനിമയുടെ കാര്യത്തിൽ. ഇതിനുശേഷം ഒരുപാട് സാഹിത്യകൃതികൾ സിനിമകളായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. നമുക്കറിയുന്നതും ഏറ്റവും പുതിയ കാലഘട്ടത്തിൽ വരെ സാഹിത്യകൃതികളെ അവലംബിച്ചുകൊണ്ട് സിനിമകൾ പുറത്തിറങ്ങാറുണ്ട്. നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കുക. എന്താ നമ്മുടെ തകഴിയുടെ ചെമ്മീൻ, രണ്ടിടങ്ങഴി, മുറപ്പെണ്ണ്, കുട്ടിയെടത്തി MTയുടെ ആണ്. പിന്നെ ഭാർഗവി നിലയം, നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഈ കൃതികളൊക്കെ ആദ്യ കാലഘട്ടത്തിൽ സാഹിത്യകൃതികളിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ട് അല്ലെങ്കിൽ സാഹിത്യകൃതികളെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച സിനിമകളായിരുന്നു. വലിയ രീതിയിൽ ഇവയ്ക്ക് പ്രേക്ഷക പ്രീതിയും ആരാധക പ്രീതിയും ഒക്കെ നേടിയിട്ടുള്ള സിനിമകളായിരുന്നു ഇവ എന്ന് പറയുന്നത്. അപ്പോ സാഹിത്യവും മലയാള സാഹിത്യത്തിന്റെ ഒരു വളർച്ചയിൽ സിനിമയ്ക്കും വലിയ പങ്കുണ്ട് എന്ന് വേണം. സിനിമയുടെ വളർച്ചയ്ക്ക്, സിനിമയുടെ ചരിത്രത്തിൽ സാഹിത്യത്തെ വേറിട്ട് നിർത്തും. പ്രത്യേകിച്ച് മലയാള സിനിമയുടെ ചരിത്രത്തിൽ സാഹിത്യത്തെ വേറിട്ട് നിർത്താനായിട്ട് പറ്റില്ല. പരസ്പരം വർത്തിച്ചാണ് അവര് മുന്നേറിക്കൊണ്ടിരുന്നിരുന്നത് എന്ന് വേണം കണക്കാക്കാം. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പറയാനുണ്ട്. ആദ്യ കാലഘട്ടത്തിൽ ഇറങ്ങിയിരുന്നത് ഹരിശ്ചന്ദ്ര, ഭക്തകുചേല, സീതാരാമ കല്യാണം, ശബരിമല ശ്രീ അയ്യപ്പൻ, ശ്രീകൃഷ്ണ കുചേല, ഉമ്മിണിത്തങ്ക, ഉണ്ണിയാർച്ച, പാലാട്ട് കോമൻ, ശ്രീരാമ പട്ടാഭിഷേകം, ശ്രീ ഗുരുവായൂരപ്പൻ, തച്ചോളി ഉദയനൻ, ഒരു വടക്കൻ വീരകഥ, ഇത്തരത്തിലുള്ള ഈ സിനിമകളൊക്കെ ഇറങ്ങിയിരുന്നത് എന്താ കാലഘട്ടത്തിൽ നിന്നല്ലേ? നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വടക്കൻ പാട്ടും തെക്കൻ പാട്ടിന്റെയൊക്കെ പ്രാധാന്യത്തെ കാണിച്ചുകൊണ്ട്, രാമായണ കഥയെ ഉപജീവിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ദൈവാരാധനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെ, കുചേലന്റെയും കൃഷ്ണന്റെ ഒക്കെ കഥയെ ആധാരമാക്കിക്കൊണ്ട് അക്കാലത്തെ ദേവദാസി സമ്പ്രദായത്തെ കുറിച്ചിട്ട്, അതുപോലെ തന്നെ തെക്കൻ പാട്ടുകളിലൊക്കെ പ്രത്യക്ഷപ്പെടുന്ന നമ്മുടെ ഉണ്ണിയാർച്ച, പാലാട്ട് കോമൻ, തച്ചോളി ഉദയനൻ അല്ലെ, അതുപോലെ ചന്തു തുടങ്ങിയവരുടെ ഒക്കെ കഥയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് അക്കാലഘട്ടത്തില് ആദ്യ സിനിമയുടെ ചരിത്രത്തിന്റെ പ്രാരംഭ കാലഘട്ടത്തിൽ തന്നെ ഒരുപാട് സിനിമകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഒരു വടക്കൻ വീരഗാഥ പോലെയുള്ള MT വാസുദേവൻ നായരൊക്കെ എഴുതിയിട്ടുള്ള കൃതിയൊക്കെ വലിയ വിജയങ്ങളായി തീർന്നിരുന്നു എന്ന് മാത്രമല്ല, സിനിമയുടെ ചരിത്രത്തിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട സിനിമകളൊക്കെ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നതിൽ വരുന്നതാണ് ഒരു വടക്കൻ വീരഗാഥ എന്ന് പറഞ്ഞ സിനിമയൊക്കെ. ചരിത്രം പറയുന്നു, ഒരു കാലഘട്ടത്തിന്റെ ചരിത്രത്തെ ഒരു പുസ്തകത്തിലൂടെ അടയാളപ്പെടുത്തുകയാണെങ്കിൽ ആ പുസ്തകത്തെ അവലംബിച്ചുകൊണ്ട് ആ സിനിമ കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു എന്നുള്ളത് സിനിമയുടെ ഒരു മികവായി തന്നെ വേണം കണക്കാക്കാം. അപ്പൊ മലയാള സിനിമയുടെ ചരിത്രത്തിൽ സാഹിത്യകൃതികൾ വലിയ രീതിയിൽ പങ്കുവച്ചിട്ടുണ്ട് എന്ന് വേണം പറയാം. ഇനി സാഹിത്യത്തിന്റെ ഒരു കാലഘട്ടം എത്തിയപ്പോഴേക്കും സാഹിത്യവും സിനിമയും പരസ്പരം വേർപിരിഞ്ഞു പോകാൻ കഴിയാത്ത അത്ര രീതിയിൽ ഇടപഴകി. 1928-നും 1950-നും 1950-നും ഇടയ്ക്ക് മലയാള സിനിമയിൽ അതൊരു ട്രെൻഡായി മാറി. അതായത് സാഹിത്യം എന്ന് പറഞ്ഞതായിരുന്നു അക്കാലഘട്ടത്തിലെ മലയാള സിനിമയുടെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 1960-കളിൽ ഇറങ്ങിയ ഒരുപാട് സിനിമകളെ കുറിച്ച് ചർച്ച ചെയ്തു അല്ലെ. എങ്കിലും 1950 കാലഘട്ടത്തിൽ തന്നെ സാഹിത്യവും സിനിമയും ഒരുപോലെ ചേർന്ന് പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാം. അവിടെ പ്രധാനമായിട്ടും രണ്ട് പ്രവണതകൾ, അതായത് 1928-നും 1950-നും ഇടയ്ക്ക്, അതായത് മലയാള സിനിമയുടെ തുടക്ക കാലഘട്ടത്തിന് ശേഷം ഏകദേശം ഒരു 20 വർഷം അല്ലെങ്കിൽ 30 വർഷ കാലഘട്ടത്തിനിടയ്ക്ക് പ്രധാനമായിട്ടും അക്കാലത്തുണ്ടായിരുന്ന ജനപ്രിയ സാഹിത്യകൃതികൾ കൂടുതലായിട്ട് സിനിമയാക്കിയിട്ട് ഇറങ്ങുവാനായി തുടങ്ങി. അതായത് ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവർ കൂടുതലായി വായിക്കുന്ന സാഹിത്യകൃതികളെ ഒക്കെ എടുത്തിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? സിനിമകളാക്കി രൂപാന്തരപ്പെടാൻ തുടങ്ങി.
അപ്പൊ ആ സാഹിത്യത്തിന് എത്ര തന്നെ അക്കാലത്ത് വലിയ പ്രചാരം ലഭിച്ചിരുന്നു, അദ്ദേഹം എത്ര വായനക്കാരുണ്ടായിരുന്നു, അതേ പ്രേക്ഷകർ തന്നെ എന്തിനും ഉണ്ടായിരുന്നു, അത് സിനിമയാക്കി പരിവർത്തനപ്പെടുത്തിയപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോ സാഹിത്യത്തിനുണ്ടായിരുന്ന ആ ഒരു ജനപ്രിയത്വം സിനിമയിലൂടെ വളർത്താൻ വേണ്ടിയിട്ടായിരുന്നു ശ്രമിച്ചിരുന്നത്. അതുപോലെ രണ്ടാമതായിട്ട് അക്കാലഘട്ടത്തിൽ എഴുതിയിരുന്ന എഴുത്തുകാരൊക്കെ, മലയാളത്തിൽ ചിരപ്രതിഷ്ഠ നേടിയിട്ടുണ്ടായിരുന്ന എഴുത്തുകാരൊക്കെ ആയിരുന്നു അക്കാലഘട്ടത്തിലെ തിരക്കഥാകൃത്തുക്കൾ. ഞാൻ പറഞ്ഞു അല്ലെ, പ്രധാനപ്പെട്ട സാഹിത്യ രൂപമാണ് തിരക്കഥ എന്ന് പറയുന്നത്. അപ്പൊ ആ തിരക്കഥയെ എഴുതിയിരുന്ന ആ തിരക്കഥാകൃത്തുക്കളൊക്കെ ആരായിരുന്നു? അക്കാലഘട്ടത്തിലെ പ്രസിദ്ധരായിട്ടുള്ള എഴുത്തുകാരായിരുന്നു. അപ്പൊ മലയാള സാഹിത്യത്തിൽ ഒഴിച്ചു നിർത്താൻ കഴിയാത്ത ആ എഴുത്തുകാർ തന്നെയായിരുന്നു മലയാള സിനിമയുടെ തിരക്കഥകളും സൃഷ്ടിച്ചിരുന്നത്. അവരായിരുന്നു തിരക്കഥയെ രൂപാന്തരപ്പെടുത്തിയിരുന്നത്. ഒരുപക്ഷെ അവരുടെ കഥ തന്നെയായിരുന്നു തിരക്കഥയായി രൂപാന്തരപ്പെടുത്തിയിരുന്നത്. ഇപ്പൊ MT യുടെ കൃതിയൊക്കെ എടുക്കുമ്പോൾ MT എഴുതി പ്രസിദ്ധീകരിച്ച ഒരു കൃതിയെ അദ്ദേഹം തന്നെ എന്താക്കി മാറ്റിയിരുന്നു? മറ്റൊരു മാധ്യമത്തിലെ തിരക്കഥയാക്കി മാറ്റിയിട്ട് അതിനെ സിനിമയാക്കി രൂപാന്തരപ്പെടുത്തിയിരുന്നു. ഇത്തരത്തില് അക്കാലഘട്ടത്തിലെ എഴുത്തുകാരും സിനിമയും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. എഴുത്തുകാർ തന്നെയായിരിക്കും ഒരുപക്ഷെ എന്ത് ചെയ്തിരുന്നത്? തിരക്കഥകൾ നിർമ്മിച്ചിരുന്നത്. അല്ലാതെ കൊണ്ട് മറ്റു വ്യക്തികൾ എഴുതിയിട്ടുണ്ടായിരുന്ന കൃതികളെ അക്കാലഘട്ടത്തിലെ മറ്റു എഴുത്തുകാർ തന്നെ തിരക്കഥയായിട്ട് രൂപാന്തരപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതിലെ പ്രധാനികളായിരുന്നു NP ചെല്ലപ്പൻ നായർ, കുട്ടനാട് രാമകൃഷ്ണപിള്ള, തിക്കുറിശി അല്ലെ. തിക്കുറിശിയൊക്കെ പഴയകാല സിനിമയിലെ പ്രധാനിയാണ്. നാഗവള്ളി, അതുപോലെ തന്നെ പുത്തേഴത്ത് രാമൻ നായർ, പൊൻകുന്നം വർക്കി, ഒരുപാട് ചെറുകഥകളൊക്കെ എഴുതിയിട്ടുള്ള വ്യക്തിയാണ് പൊൻകുന്നം വർക്കി. അപ്പൊ അദ്ദേഹത്തിന്റെ കൃതികളൊക്കെ സിനിമയായിട്ട് മാറിയിട്ടുണ്ട്. അദ്ദേഹം തന്നെ അതിന് തിരക്കഥകൾ എഴുതുകയും ചെയ്തിട്ടുണ്ട്. ഇക്കാലത്തിലെ ആദ്യകാലഘട്ടത്തിലെ എഴുത്തുകാർ തന്നെ അല്ലെങ്കിൽ സാഹിത്യ കൃതികൾ എഴുതിയിരുന്നവർ തന്നെ തിരക്കഥാകൃത്തുക്കളായി മാറുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ ഒറ്റ കണ്ണിയിൽ കോർത്ത പോലെ ആയിരുന്നു സിനിമയും സാഹിത്യവും ഒരുമിച്ച് വളർന്നു പോന്നിരുന്നത് എന്ന് വേണം പറയാൻ. പിന്നെ നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നീല വെളിച്ചം, മുട്ടത്തി വർക്കിയുടെ പാടാത്ത പൈങ്കിളി, ജയിൽ പുള്ളി, മറിയ കുട്ടി, പൂത്താലി, ജ്ഞാനസുന്ദരി, ഇണപ്രാവുകൾ, കോട്ടയം കുഞ്ഞച്ചൻ, ഉറൂബിന്റെ മിണ്ടാപ്പെണ്ണ്, ഉമ്മാച്ചു, അണിയറ അല്ലെ, പൊൻകുന്നം വർക്കിയുടെ തന്നെ നവലോകം, നാടകം, സ്നേഹിത, കാലവും കാമിനിയും തുടങ്ങി, പിന്നെ തകഴിയുടെ രണ്ടിടങ്ങഴി, ഓമനക്കുട്ടൻ, ചെമ്മീൻ, ചുക്ക്, ഏണിപ്പടികൾ തുടങ്ങി അക്കാലഘട്ടത്തിൽ പ്രസിദ്ധരായിരുന്ന എത്രയൊക്കെ എഴുത്തുകാരുണ്ടോ ആ എഴുത്തുകാരുടെ കൃതികളൊക്കെ കൂടുതൽ സിനിമയായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നു. അക്കാലഘട്ടത്തിൽ അല്ലെങ്കിൽ പിൽക്കാലത്ത് നമുക്ക് അവയെ സിനിമയായിട്ട് കാണാനായി സാധിച്ചിരുന്നു. സാഹിത്യകൃതി വായിക്കുക എന്നുള്ളതിനോടൊപ്പം തന്നെ നമ്മൾ കാണികൾക്ക് എന്തും സാധിച്ചിരുന്നു? അവയെ കണ്ടാസ്വദിക്കുവാനും അല്ലെ, അവയെ ദൃശ്യാവിഷ്കാരമായിട്ട് കണ്ടാസ്വദിക്കാനും സാധിച്ചിരുന്നു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെ ആണ്. പിന്നെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റിലാണെങ്കിലും ഇഷ്ടംപോലെ ഉദാഹരണങ്ങൾ ഓരോ എഴുത്തുകാരെ കുറിച്ചിട്ടുണ്ട്. ഞാൻ വളരെ ചുരുക്കം മാത്രമാണ് ഇവിടെ ചേർത്തിട്ടുള്ളൂ. ഇതിൽ കുറഞ്ഞ ഉദാഹരണങ്ങളെങ്കിലും നിങ്ങൾ ഓർത്തു വെക്കുക. SK പൊറ്റക്കാടിന്റെ മൂടുപടം, നാടൻ പ്രേമൻ, പുള്ളിമാൻ, കടവ് തോണി, കേശവദേവിന്റെ ഓടയിൽ നിന്ന് പുസ്തകവും സിനിമയും ഒക്കെ വലിയ വിജയമായിരുന്നു. റൗഡി ആദ്യത്തെ കഥ. പിന്നെ MTയുടെ നമുക്ക് സാഹിത്യവും സിനിമയും ആലോചിക്കുന്ന സമയത്ത് കൂടുതലായിട്ട് വരുന്ന ഒരു വ്യക്തിയാണ് അല്ലെ, കൂടുതലായിട്ട് നമ്മൾ ആലോചിക്കുന്ന ഒരു വ്യക്തിയാണ് MT വാസുദേവൻ നായർ. അദ്ദേഹത്തിന്റെ മുറപ്പെണ്ണ്, പകൽ കിനാവ്, ഇരുട്ടിന്റെ ആത്മാവ്, അസുരവിത്ത്, ഓളവും തിരവും, കുട്ടിയടത്തി, പാതിരാവും പകൽ വെളിച്ചവും, നീലത്താമര, ഓപ്പോൾ, നിർമാല്യം, വാരിക്കുഴി, മഞ്ഞ്, ഒരു ചെറുപുഞ്ചിരി തുടങ്ങി വടക്കൻ വീരഗാഥ വരെയുള്ള കൃതികൾ, അദ്ദേഹത്തിന്റെ പല പല കൃതികളെ ഉപജീവിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ സിനിമകളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. ഒരു കഥയെ പൂർണ്ണമായിട്ട് ഒരു പക്ഷെ എന്താക്കി മാറ്റണമെന്നില്ല, സിനിമയാക്കി മാറ്റില്ല. അദ്ദേഹം എഴുതിയിട്ടുള്ള പല കഥകളെയും ചേർത്തുകൊണ്ട് അദ്ദേഹം തിരക്കഥകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇപ്പൊ പഴശ്ശിരാജ പോലുള്ള അദ്ദേഹത്തിന്റെ കൃതികളൊക്കെ അദ്ദേഹം എഴുതിയ കൃതികളിൽ നിന്ന് തന്നെ ഉൾക്കൊണ്ടുകൊണ്ടാണ് എഴുതിയിട്ടുള്ളത്. ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല സിനിമകളും അതിലുണ്ട് അല്ലെ. നീലത്താമര, ഒരു ചെറുപുഞ്ചിരി പോലെയുള്ള സിനിമകൾക്കൊക്കെ ഇന്നും വലിയ പ്രേക്ഷകരുണ്ട് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ ഒരു പ്രാധാന്യം. അദ്ദേഹത്തിന്റെ ആ കൃതികൾക്ക് മാത്രമല്ല, ഇപ്പോ അസുരവിത്തും ഇരുട്ടിന്റെ ആത്മാവ് പോലെയുള്ള കൃതികൾക്ക് മാത്രം വായനക്കാരല്ല, അദ്ദേഹത്തിന്റെ കൃതികൾക്കും ഒരുപോലെ തന്നെ വായനക്കാരുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സിനിമകൾക്കും വലിയ രീതിയിലുള്ള ആരാധകരുണ്ട്.
ഒരേ സമയം കഥാകൃത്തായും തിരക്കഥാകൃത്തായും ഒക്കെ അദ്ദേഹം വലിയ രീതിയിൽ തിളങ്ങിയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ MT വാസുദേവൻ നായർ എന്ന് പറയുന്നത്. പിന്നെ സ്ത്രീ എഴുത്തുകാരുടെ കൃതികളുമായിട്ടുണ്ട് പി വത്സലയുടെ നെല്ല്, മലയാറ്റൂരിന്റെ യക്ഷി. നമ്മൾ കൂടുതൽ നോവലുകളൊക്കെയാണ് കഥകളൊക്കെയാണ് സിനിമയാക്കുക എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ മലയാളത്തിന്റെ ഏറ്റവും ഉന്നതമായ കൃതി അല്ലെ, അല്ലെങ്കിൽ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട കൃതി ചങ്ങമ്പുഴയുടെ രമണൻ. രമണൻ എന്ന് പറഞ്ഞ കവിത കാലഘട്ടത്തിൽ വലിയ തരംഗമായിരുന്നു. രമണൻ എന്ന് പറഞ്ഞ കൃതി അല്ലെങ്കിൽ ആ ഒരു കവിത വലിയ രീതിയിൽ ആൾക്കാരിലേക്ക് എത്തിച്ചെല്ലാൻ രമണൻ എന്ന് പറഞ്ഞ കവിതയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പ്രസാധക ചരിത്രത്തിൽ തന്നെ വലിയൊരു മാറ്റം ഒരു വിപ്ലവം സൃഷ്ടിച്ച കൃതിയായിരുന്നു ചങ്ങമ്പുഴയുടെ രമണൻ എന്ന് പറയുന്നത്. ആ കൃതിക്ക് എന്തുണ്ടായിട്ടുണ്ട്? ചലച്ചിത്ര രൂപം ഉണ്ടായിട്ടുണ്ട്. വൈലോപ്പള്ളിയുടെ സഹ്യന്റെ മകൻ, അതുപോലെ തന്നെ പിയുടെ 3 ആത്മകഥകൾ അല്ലെ, നിത്യകന്യകയെ തേടി, അതുപോലെ തന്നെ കവിയുടെ കാൽപ്പാടുകൾ, എന്നെ തിരയുന്ന ഞാൻ. ഈ സിനിമയൊക്കെ അല്ലെങ്കിൽ ഈ കഥകളൊക്കെ അവലംബിച്ചുകൊണ്ട് ഇറങ്ങിയിട്ടുള്ള സിനിമയാണ് ഇവൻ മേഘരൂപൻ എന്ന് പറയുന്നത്. ഇത്തരത്തില് ആത്മകഥ ആയിക്കോട്ടെ, ജീവചരിത്രമായിക്കോട്ടെ, കഥയും കവിതയും ചെറുകഥയും എല്ലാം, നോവലും എല്ലാം സിനിമയ്ക്ക് പാത്രങ്ങളായി മാറിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇത്തരത്തിൽ സാഹിത്യത്തെ വലിയ രീതിയിൽ ഉപയോഗപ്പെടുത്തിയ ഒരു മാധ്യമമായിരുന്നു സിനിമ എന്ന് പറയുന്നത്. നമ്മുടെ പത്മരാജന്റെ ഉദകപ്പോള, കള്ളം പവിത്രൻ, രതി നിർവേദം, പിന്നെ ഞാൻ ഗന്ധർവൻ തുടങ്ങിയ അദ്ദേഹം തന്നെ എഴുതിയ സിനിമ. അപ്പൊ ഉദകപ്പോളയും ഞാൻ ഗന്ധർവ അദ്ദേഹം എഴുതിയിട്ടുള്ള സിനിമയെ തന്നെ അധികരിച്ചുകൊണ്ടാണ് അദ്ദേഹം തൂവാനത്തുമ്പികൾ പോലെയുള്ള സിനിമയൊക്കെ സൃഷ്ടിക്കുന്നത്. അപ്പൊ ഒരു എഴുത്തുകാരൻ തന്നെ 2 മാധ്യമത്തിൽ വ്യത്യസ്തനായി പ്രവർത്തിക്കുന്നു. അപ്പൊ നമ്മുടെ പത്മരാജനെ എടുക്കുന്ന സമയത്ത് അദ്ദേഹം ഒരേ സമയം സാഹിത്യകാരനാണ്, സാഹിത്യകൃതി എഴുതുന്നു, ഉദകപ്പോളകൾ പോലെയുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ള കൃതികൾ എഴുതുന്നു. ആ കൃതിയെ അടിസ്ഥാനമാക്കി അദ്ദേഹം തിരക്കഥ നിർമ്മിക്കുന്നു. ആ തിരക്കഥയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് അദ്ദേഹം തന്നെ സിനിമ സംവിധാനം ചെയ്യുന്നു. ഇതേപോലെ ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ ഒരു കലാകാരൻ അദ്ദേഹത്തിന്റെ ഉള്ളിലെ കലയെ ഉപയോഗിച്ചുകൊണ്ട് വ്യത്യസ്ത മേഖലകളിൽ അതിഗംഭീരമായി വിഹരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാണ് പത്മരാജൻ പോലെയുള്ള എഴുത്തുകാരുടെയൊക്കെ വലിയ അല്ലെ ഇപ്പോഴെല്ലാവരും ആരാധിക്കുന്നതിനൊക്കെ ഉള്ള വലിയ കാരണം അതിലൊന്നായിരിക്കും എന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് കാലഘട്ടത്തിൽ ഇപ്പൊ നവീനമായിട്ടുള്ള കാലഘട്ടത്തെ എടുത്ത് പരിശോധിക്കുമ്പോൾ നമ്മുടെ KP രാമനുണ്ണിയുടെ സാറാണ്. KP രാമനുണ്ണി സാറിന്റെ സൂഫി പറഞ്ഞ കഥ, TP രാജീവന്റെ പാലേരി മാണിക്യം, സന്തോഷ് എച്ചിക്കാനത്തിന്റെ ഇടുക്കി ഗോൾഡ്, മീനമാസത്തിലെ ചന്ദ്രൻ, ഉണ്ണിയാറിന്റെ ലീല, ഒഴിവു ദിവസത്തെ കളി, ഏറ്റവും ലേറ്റസ്റ്റ് അല്ലെ 2-3 മാസം മുന്നേ പുറത്തിറങ്ങിയിട്ടുള്ള ബെന്യാമിന്റെ ആടുജീവിതം. എന്താ പറയാ, ഈ കാലഘട്ട ചരിത്രം വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴും നവീനമായി സാഹിത്യ കൃതികളെ സിനിമ വലിയ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ തെളിവുകളാണ് ഇവയൊക്കെ. അപ്പൊ നിങ്ങൾ പലരും കണ്ടിട്ടുള്ള സിനിമകളായിരിക്കും. ഇപ്പൊ ആടുജീവിതം പോലെയുള്ള കൃതിയൊക്കെ എത്രയോ വർഷം മുന്നേ ബെന്യാമിൻ എഴുതിയതാണ്. ഒരു വ്യക്തിയുടെ യഥാർത്ഥമായിട്ടുള്ള ജീവിതത്തെ അദ്ദേഹം എഴുതി വെച്ചൊരു സിനിമ ഇന്ന് എഴുതി വെച്ചിട്ടുള്ള കഥ, ബെന്യാമിൻ എഴുതി വെച്ചിട്ടുള്ള ആ ഒരു നോവലിന് ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് എത്തുമ്പോഴേക്കും അതിന്റെ പ്രസക്തി ഒരിക്കലും കുറയുന്നില്ല. സിനിമയാകുമ്പോൾ അതൊരു ദൃശ്യരൂപമായി ചിത്രീകരിക്കുമ്പോൾ അതിന് വേറൊരു മാനം കൈവരികയാണ്. ഇതിന്റെ കൂടെ അതിനനുസരിച്ച് സംഗീതവും ദൃശ്യരൂപീകരണവും ഒക്കെ ചേർന്ന് നമുക്കൊരു വലിയ മായിക ലോകം തന്നെയാണ് സിനിമ സൃഷ്ടിച്ചു തരുന്നത്. ഇത്തരത്തിൽ സാഹിത്യത്തെ ഒരിക്കലും വേറിട്ട് സിനിമയിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയാത്തൊരംശമായിട്ട് മാറുന്നുണ്ട് എന്ന് വേണം നമ്മൾ കണക്കുവെക്കാം. പ്രത്യേകിച്ച് മറ്റു ഭാഷകളിലെ സിനിമയൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ ബംഗാളി സിനിമകളൊക്കെ കൂടുതൽ സിനിമയായിട്ടൊക്കെ അല്ലെ, ബംഗാളി കഥകളൊക്കെ സിനിമയായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മലയാള സിനിമയിലും എന്തുണ്ടായിട്ട് മലയാള സിനിമയുടെ ഒഴിച്ചു നിർത്താനാവാത്തൊരു കണ്ണിയായി സാഹിത്യം ഇന്നും വർത്തിക്കുന്നു. ഇന്നും വർത്തിക്കുന്നു എന്നുള്ളൊരു ഉദാഹരണമാണ് ബെന്യാമിന്റെ ആടുജീവിതം പോലെയുള്ള കൃതിയൊക്കെ ഇന്നും സിനിമയാകുന്നതും വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുന്നതും എല്ലാം. ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് എടുക്കാം. സാഹിത്യവും ഇതര കലകളും തമ്മിലുള്ള ബന്ധം അല്ലെ. സാഹിത്യവും ഇതര കലകളും, അതായത് സിനിമയിലെ സാഹിത്യവും ഇതര കലകളും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഭാഗമാണ് നമ്മൾ അടുത്തതായിട്ട്
നോക്കാൻ പോകുന്നത്. സിനിമ എന്നത് വിവിധ കലാരൂപങ്ങളിലെ പല തരത്തിലുള്ള കലാരൂപങ്ങളെല്ലാം കൂടി ഒത്തുചേർന്ന ഒരു ഇടമാണ് സിനിമ എന്ന് പറയുന്നത്. അപ്പൊ അതൊരു സാംസ്കാരിക ഉൽപ്പന്നമാണ് അല്ലെ. സിനിമ ഒരു സാംസ്കാരിക ഉൽപ്പന്നം, നമ്മുടെ ഒരു സംസ്കാരത്തിന്റെ പ്രതിനിധീകരണം. ഇപ്പൊ മലയാള സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ അത് മലയാളികളുടെ സംസ്കാരത്തിന്റെ ഒരു പ്രതിനിധാനം കൂടിയായിട്ട് പ്രവർത്തിക്കാറുണ്ട്. അപ്പൊ ഇത്തരത്തില് സംസ്കാരവും സിനിമയും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ അതുപോലെ തന്നെ സാഹിത്യകൃതി ഒരു സാംസ്കാരിക ഉൽപ്പന്നമാവുന്നു എങ്കിൽ അത് നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലയും അതിനുള്ളിൽ വർത്തിക്കുന്നുണ്ടായിരിക്കും. പല കലകൾ ഉണ്ടായിരിക്കാം, കായിക വിനോദങ്ങൾ ഉണ്ടായിരിക്കാം, എന്തോ ആയിക്കോട്ടെ. സംസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മുടെ വസ്ത്രധാരണ രീതി, ഭക്ഷണ രീതി, നമ്മുടെ പ്രകൃതി തുടങ്ങിയ എല്ലാ ഘടകങ്ങളും ഉൾപ്പെടുന്നതാണല്ലോ നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത്. അപ്പൊ ഈ സംസ്കാരം പോലെ തന്നെ ഒരു സാംസ്കാരിക ഉൽപ്പന്നമായി സിനിമ എങ്ങനെ മാറുന്നു എന്നുള്ളതുമായി ബന്ധപ്പെട്ട് വേണം നമ്മുടെ ഇതര കലകളുമായിട്ടുള്ള ബന്ധത്തെ അടിസ്ഥാനപ്പെടുത്താൻ. സിനിമ ഒരു സാംസ്കാരിക ഉൽപ്പന്നം. എങ്ങനെ ഒരു സാംസ്കാരിക ഉൽപ്പന്നമാക്കുന്നു എന്നാൽ മലയാളികളുടെ സംസ്കാരം സിനിമയിൽ പ്രതിനിധീകരിക്കുന്നു. ഏതെല്ലാം വിധേന അത് നമ്മൾ എങ്ങനെയെല്ലാം കലയിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് നോക്കാം. ഒന്നാമത്തെ കല ഒരു കലയാണ് അല്ലെ. സാഹിത്യം ഒരു കലയാണ്. നമ്മൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നതും സാഹിത്യമാണ്. അപ്പൊ സാഹിത്യവും സിനിമയും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ സാഹിത്യത്തിന്റെ വളർച്ച യോടൊപ്പം തന്നെയാണ് സിനിമയും വളരുന്നത്. അല്ലെങ്കിൽ സിനിമയുടെ വളർച്ചയുടെ ഒരു പ്രധാന കൂട്ടുകാരനായി ആരും മാറുന്നു, സാഹിത്യവും മാറുന്നുണ്ട്. ഇത്തരത്തിലാണ് സാഹിത്യത്തിന്റെ ഒരു വളർച്ച എന്ന് പറയുന്നത്. ചലച്ചിത്രം വളർന്നത് സാഹിത്യവുമായിട്ടുള്ള ബന്ധത്തിലൂടെയാണ്. എങ്കിൽ മലയാള സിനിമ പരിശോധിക്കുന്ന സമയത്ത് മലയാള സിനിമയുടെ വളർച്ചയ്ക്കുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ സാഹിത്യ കൃതികൾ തന്നെയായിരുന്നു എന്ന് പറയും. അപ്പൊ എന്താണ് ഇവ തമ്മിലുള്ള ഒരു സിനിമയെയും സാഹിത്യത്തെയും ഒന്നിപ്പിക്കുന്ന ഒരു ഘടകം ഇവ രണ്ടും കഥ പറയുന്ന കലയാണ് അല്ലെ. സാഹിത്യത്തിൽ ഇപ്പൊ ഒരു കഥ എടുക്കുക അല്ലെങ്കിൽ ഒരു നോവൽ എടുക്കുക. ആ നോവലിൽ ഒരു കൃത്യമായ ഒരു കഥ ഉണ്ടായിരിക്കും അല്ലെ. ചില വ്യക്തികളുടെ ആയിരിക്കാം, ചില സംഭവങ്ങളുടെ ആയിരിക്കാം, അല്ലെങ്കിൽ കഥാകാരൻ സ്വയമേ പുതുതായി സൃഷ്ടിച്ചെടുത്തതായിരിക്കാം. എങ്ങനെയൊക്കെയാണെങ്കിലും അതിനകത്തൊരു കഥയുണ്ട് അല്ലെ. നോവലിനും കവിതയിലും എല്ലാത്തിനകത്തും ഒരു കഥ ഒളിച്ചിരിപ്പുണ്ട്. അപ്പൊ സാഹിത്യം ഒരു കഥ പറയലാണ്. അതുപോലെ തന്നെ സിനിമയും ഒരു കഥ പറയല്. സിനിമ കാണുമ്പോൾ നമ്മൾ ചോദിക്കുക അതിന്റെ കഥ എന്താന്നാ ചോദിക്കുക. അപ്പൊ അതെന്താ കഥ പറയലാണ്. ഇത്തരത്തില് സാഹിത്യമായാലും സിനിമയായാലും കഥകളുടെ കലയാണ്. അതാണ് അതിന്റെ ഒരു നറേറ്റീവ് ആർട്ടാണ്. കഥ പറയുന്ന കലകളാണ് സാഹിത്യവും സിനിമയും. അതാണ് സാഹിത്യവും സിനിമയും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്. സാഹിത്യം സംസാര ഭാഷ ഉപയോഗിക്കുമ്പോൾ സിനിമ ദൃശ്യഭാഷ അല്ലേ. നമ്മളിപ്പോ സംസാരിക്കുന്ന ഇപ്പൊ മലയാളത്തിൽ എഴുതുന്ന ഒരു കൃതി നമ്മള് സാധാരണമായിട്ടുള്ള സംസാര ഭാഷയിലായിരിക്കാം എഴുതപ്പെടുന്നത്, അല്ലെങ്കിൽ വ്യത്യസ്ത ദേശങ്ങളിലെ പ്രാദേശിക ഭാഷകളിലായിരിക്കാം എഴുതപ്പെടുന്നുണ്ട്. അപ്പൊ സംസാര ഭാഷയാണ് സാഹിത്യം ഉപയോഗിക്കുന്നെങ്കിൽ ദൃശ്യങ്ങളിലൂടെ, ചലിക്കുന്ന ചിത്രങ്ങളിലൂടെ ഒരു ഭാഷ സൃഷ്ടിച്ചെടുക്കാനാണ് എന്ത് ശ്രമിക്കുന്നത്? സിനിമ ശ്രമിക്കുന്നത് അല്ലെ. സിനിമ പുതിയതായ ഒരു ഭാഷ, ദൃശ്യഭാഷ സൃഷ്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നോവലുകൾ, ചെറുകഥകൾ, നാടകങ്ങൾ എന്നിവയുൾപ്പെടെ സാഹിത്യകൃതികൾ എല്ലാം അനുകൽപ്പനങ്ങളായിട്ടുണ്ട്. സിനിമകളും സ്ക്രീൻ പ്രത്യേകം തയ്യാറാക്കി സാഹിത്യ രൂപമായിട്ടാണ് നമ്മൾ തിരക്കഥ എന്താന്ന് പറഞ്ഞു അല്ലെ. സാഹിത്യത്തിന്റെ അല്ലെങ്കിൽ സിനിമയുടെ സാഹിത്യ രൂപമാണ് തിരക്കഥ എന്ന് പറയുന്നത്. അപ്പൊ സിനിമയും സാഹിത്യവും ഇതര കലകൾ എന്ന് പറഞ്ഞ ഭാഗത്ത് നമ്മൾ സാഹിത്യത്തെ നമ്മൾ മുന്നേ ഒരുപാട് ചർച്ച ചെയ്തു. അപ്പൊ ചർച്ച ചെയ്ത ഭാഗം തന്നെയാണ് നിങ്ങളിവിടെ ഓർത്തു വെക്കേണ്ടത്. സിനിമയും സാഹിത്യവും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. അടുത്ത ഒരു ഭാഗം നമ്മൾ പഠിക്കുന്നത് ദൃശ്യകല. ദൃശ്യകല അഥവാ ചിത്രകലയ്ക്ക് ദൃശ്യല്ലേ കാണുന്നത്, ഇതിലെ ചിത്രകലയ്ക്ക് സിനിമയുമായിട്ടുള്ള ബന്ധം. മറ്റൊരു കലയാണ് ദൃശ്യകല എന്ന് പറയുന്നത്. ചലിക്കുന്ന ചിത്രമാണ് ചലച്ചിത്രം. ഞാൻ എപ്പോഴും ഇങ്ങനെ ആവർത്തിച്ചു പറയാറുള്ള ഒന്നല്ലേ, ചലിക്കുന്ന ചിത്രമാണ് ചലച്ചിത്രം എന്ന് പറയുന്നത്. പല പല ചിത്രങ്ങൾ ചേർന്നത്. ഈ ചിത്രത്തിന്റെ തുടക്കം എവിടെയായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മള് ഫോട്ടോഗ്രാഫി അല്ലെ, ഛായാഗ്രഹണത്തിലായിരുന്നു സിനിമയുടെ ആദ്യത്തെ തുടക്കം എന്ന് പറയുന്നത്. ഫോട്ടോഗ്രാഫി ഒരു കലയാണ് അല്ലെ. കല പഠിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയണം. അപ്പൊ ആ ഒരു കല, ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞ കല സിനിമയുമായി വലിയ രീതിയിൽ ബന്ധപ്പെട്ടില്ലേ. ഫോട്ടോഗ്രാഫി ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ സിനിമയ്ക്ക് നമുക്ക് വീഡിയോകളൊക്കെ പകർത്താനായിട്ട് സാധിക്കുമായിരുന്നു. ഇല്ല, ഫോട്ടോഗ്രാഫി എന്നുള്ള കലയിലൂടെ ആയിരുന്നു സിനിമയുടെ തുടക്കം തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ നിന്നാണ് പിന്നെ വീഡിയോഗ്രാഫിയിലേക്കൊക്കെ മാറുന്നത്. ഇത്തരത്തിൽ ദൃശ്യകല, കാണുന്ന ചിത്രങ്ങളെ എന്താക്കണം,
കാണുന്ന ചിത്രങ്ങളെ ക്യാമറയിലേക്ക് പകർത്തണം. പിന്നീട് വന്ന ചിന്തയായിരുന്നു ആ പകർത്തിയ ചിത്രങ്ങളെ എന്ത് ചെയ്യണം, ചലിക്കുന്ന ചിത്രങ്ങളായി രൂപാന്തരപ്പെടുത്തണം എന്നുള്ള ചിന്ത പിന്നീടാണ് ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ സിനിമയുടെ തുടക്ക കാലഘട്ടം മുതൽ തന്നെ ദൃശ്യകലയ്ക്ക് വലിയ പ്രാധാന്യം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യ കാലഘട്ടത്തിലൊക്കെ കാണുന്ന വസ്തുവിനെ അതുപോലെ പകർത്തുന്ന രീതിയായിരുന്നു. അത് വിട്ടിട്ട് പിന്നെ എന്താക്കി, ചിത്രകാരന്റെ മനസ്സിൽ ഉണർത്തുന്ന ആശയങ്ങളെ ക്യാൻവാസിലേക്ക് പകർത്തുവാനായി തുടങ്ങി അല്ലെ. അപ്പൊ ഒരു ചിത്രകാരൻ അല്ലെങ്കിൽ ചലച്ചിത്രകാരന്റെ മനസ്സിലുണ്ടാകുന്ന ആശയം എന്താണോ ആ ആശയത്തെ അദ്ദേഹം ചിത്രീകരിക്കാനായി തുടങ്ങുന്നിടത്താണ് സിനിമ ചലച്ചിത്രമായിട്ട് അല്ലെങ്കിൽ ചലിക്കുന്ന ചിത്രങ്ങളായിട്ട് രൂപാന്തരപ്പെട്ടുവിടാൻ തുടങ്ങുന്നത്. അതുപോലെ തന്നെ പെയിന്റിംഗ്, ഫോട്ടോഗ്രാഫി മറ്റ് ദൃശ്യകലകൾ തുടങ്ങിയവയൊക്കെ സിനിമയ്ക്ക് വലിയ പ്രചോദനങ്ങളായി വർത്തിക്കുന്നുണ്ട് എന്ന് വേണം. അപ്പൊ ദൃശ്യകലയും സാഹിത്യവും തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ബന്ധം എന്ന് പറയുന്നത് നാടകം, അഭിനയം അല്ലെ. നാടകവും അഭിനയവും ഒക്കെ സിനിമയിൽ മാറ്റി നിർത്താൻ പറ്റാത്ത ഘടകങ്ങളാണ് അഭിനയം എന്നൊക്കെ പറയുന്നത്. അഭിനേതാക്കൾ, അഭിനയങ്ങൾ തുടങ്ങിയവ. അപ്പോ നാടകം സിനിമയുടെ ഒരു തുടക്കമായിട്ടൊക്കെ അല്ലെങ്കിൽ സിനിമയുടെ ആ ഒരു ആദ്യ രൂപമായിട്ടൊക്കെ നമുക്ക് നാടകത്തെ പരിഗണിക്കാൻ പറ്റും. പക്ഷെ പൂർണ്ണമായിട്ട് നമുക്ക് പരിഗണിക്കാനൊന്നും പറ്റില്ല. എങ്കിലും സിനിമയുടെ ഒരു ആദ്യ രൂപം, ഒരു ഉപരിതലത്തിൽ ആദ്യ രൂപമായിരുന്നു നാടകം എന്ന് പറയുന്നത് അല്ലെ. നാടകം എന്തായിരുന്നു, കൃത്യമായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കും. ആ സ്ക്രിപ്റ്റിനനുസരിച്ച് കഥാപാത്രങ്ങളെ സൃഷ്ടിക്കും. ആ കഥാപാത്രങ്ങൾ അരങ്ങിൽ വരും. അരങ്ങിൽ നിന്നുകൊണ്ട് ആ ഒരു കഥയെ അവതരിപ്പിക്കും. കഥാപാത്രങ്ങൾ മാറി വരും, വസ്ത്രങ്ങളൊക്കെ മാറും, പശ്ചാത്തലങ്ങൾ മാറും, ശബ്ദ സാന്നിധ്യം ഉണ്ടായിരിക്കും, സംഭാഷണങ്ങൾ ഉണ്ടായിരിക്കും. ഇതൊക്കെ നിറഞ്ഞതാണ് നാടകം എന്ന് പറയുന്നത് അല്ലെ. സിനിമയും ഏകദേശം ഇങ്ങനെ തന്നെയാണ്. പക്ഷെ ഒരു പ്രത്യേക സമയത്തോ പ്രത്യേക നാടകം ഒരു പ്രത്യേക മണിക്കൂറുകളിലൊക്കെ ആയിരിക്കാം, 2 മണിക്കൂർ 3 മണിക്കൂർ അല്ലെങ്കിൽ ഒരു രാത്രിയൊക്കെ ആയിരിക്കാം നാടകം കളിക്കുന്നത്. പക്ഷെ സിനിമ എങ്ങനെയാണോ അല്ലെ, പല സമയങ്ങളിലായി ചിത്രീകരിക്കുന്ന ഷോട്ടുകൾ ചേർത്ത് വെച്ചുകൊണ്ടാണ്. പക്ഷെ നാടകത്തിലുള്ളതുപോലെ തന്നെ ഇതിലെന്തുണ്ട്, കഥാപാത്രങ്ങളുണ്ട്, വിവിധ പശ്ചാത്തലങ്ങളുണ്ട്, സംഭാഷണങ്ങളുണ്ട്, ഗാനമുണ്ട് അല്ലെ. ഇതൊക്കെ ചേർന്നപ്പോ സിനിമയിൽ കുറെ അംശങ്ങളും നാടകത്തിലെ അംശങ്ങളൊക്കെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. നാടകത്തിന്റെ ആ ഒരു അഭിനയ രീതിയൊന്നുമല്ല സിനിമ. ഈ ആദ്യ കാലഘട്ടത്തിൽ നാടകത്തിന്റെ ഒരു അഭിനയ രീതിയും സംഭാഷണ രീതിയും ഒക്കെ നിങ്ങൾക്ക് അറിയാലോ. അതൊന്നല്ല സിനിമ ഉണ്ടാക്കുന്നില്ല. സിനിമ കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ടാണ് അല്ലെ. ഫ്രഞ്ച് ന്യൂ ഇയറിന് ശേഷം ഒരു സാധാരണമായിട്ട് നമ്മുടെ ജീവിതത്തെയൊക്കെ കാണിക്കാൻ കൂടുതൽ സിനിമ ശ്രമിക്കുമ്പോൾ നാടകം കുറച്ചും കൂടി ഡ്രാമയാണ് അല്ലെ. ഒരു ഡ്രമാറ്റിക്കൽ നാടകീയമായിട്ടാണ് നാടകം അവതരിപ്പിക്കുക. അപ്പൊ അതിലൊരു വ്യത്യാസമുണ്ട്. എങ്കിലും സിനിമയുടെ ഒരു ആദ്യ രൂപമായിട്ടൊക്കെ ഈ കഥയും കഥാവിഷ്കാരണവും സ്ക്രിപ്റ്റും ഒക്കെ തയ്യാറാക്കുന്നതിന് അനുസരിച്ച് നമുക്ക് സിനിമയുടെ ഒരു ആദ്യ രൂപമായിട്ട് നാടകത്തെ കണക്കാക്കാം. അതുകൊണ്ട് തന്നെ സിനിമയുടെ ഒരു അടുത്ത് നിൽക്കുന്ന കലാരൂപമാണ് നാടകം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒട്ടേറെ നാടകങ്ങൾ എന്താക്കപ്പെട്ടിട്ടുണ്ട്, സിനിമയാക്കി മാറ്റപ്പെടുകയും ചെയ്തിട്ടുണ്ട് അല്ലെ. ഷേക്സ്പിയറിന്റെ നാടകങ്ങളൊക്കെ മാക്ബത്ത് പോലെയുള്ള മാക്ബത്ത് നാടകക്കാർ സിനിമയാക്കി മാറ്റിയിട്ടുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ അഭിനയ രീതികൾ, രംഗസംവിധാനം, കാണിയുടെ സ്ഥാനം, പങ്കാളിത്തം ഇവയൊക്കെ സിനിമയിൽ നിന്ന് വ്യത്യസ്തമാണ്. അപ്പോൾ ഒരു നാടകം കാണുന്ന സമയത്ത് കൃത്യമണിക്കൂറിനകത്ത് കാണികൾ വേണം. ആ കാണികൾ ആ കാഴ്ചകൾ കാണണം. അതുപോലെ തന്നെ കൃത്യമായ രംഗസജ്ജീകരണം നിശ്ചിത സമയത്തിനുള്ളിൽ മാറി മറയണം. ഇതൊക്കെ വെക്കുമ്പോൾ ഒരു ടെക്നിക്കൽ, സാങ്കേതികപരമായി ഈ നാടകവും സിനിമയും തമ്മിൽ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എങ്കിലും അതിനൊരു ഉപരിതലത്തിൽ ബന്ധിപ്പിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ ഉണ്ട് എന്ന് വേണം അവൾ മനസ്സിലാക്കാൻ. അതുപോലെ തന്നെ നാടകവും സിനിമയും തമ്മിൽ ബന്ധമുണ്ട് എന്നും ബന്ധമില്ല എന്നും തരത്തിലുള്ള നിരവധി വാദങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. സിനിമ കാണിയുടെ സ്ഥലം, അത് നാടകത്തിൽ കാണിയുടെ സ്ഥാനം എന്ന് പറയുമ്പോൾ അല്ലെ നേരെ രംഗവേദിക്ക് മുന്നിലായിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവും. അതേസമയം സിനിമ ക്യാമറയിലൂടെ ചിത്രീകരിക്കുന്ന ഷോട്ടുകൾ പിന്നീട് എല്ലാം എഡിറ്റ് ചെയ്ത് ചേർത്ത് നമ്മൾ കാണുന്നു എന്നുള്ളതൊക്കെ നാടകവും സിനിമയും തമ്മിലുള്ള വ്യത്യാസമാണ്. അതേസമയം അവയ്ക്ക് ബന്ധവും ഉണ്ട് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം.
അടുത്തതായിട്ട് നമ്മൾ സംഗീതം. പ്രധാനമായും സിനിമയിലെ സംഗീതം നമ്മൾ മുന്നേയും പറഞ്ഞിട്ടുണ്ട്. ചലച്ചിത്രത്തിന്റെ ഒരു അവിഭാജ്യ ഘടകമാണ് സംഗീതം. പ്രത്യേകിച്ച് മലയാള സിനിമയൊക്കെ സംബന്ധിച്ച് സംഗീതമൊക്കെ ഒഴിച്ചു നിർത്താൻ പറ്റാത്ത, സംഗീതം ഇല്ലെങ്കിലും പശ്ചാത്തല സംഗീതമെങ്കിലും ഒഴിച്ചു നിർത്താൻ കഴിയാത്ത ഒരു ഘടകമായിട്ട് മാറുന്നുണ്ട് മലയാള സിനിമയിലൊക്കെ അല്ലെ. ഏത് സിനിമ എടുത്താലും ചിലപ്പോൾ ആ സംഗീതത്തിന്റെ പേര്, സിനിമയിലെ പാട്ടിന്റെ പേരിലായിരിക്കും ഒരുപക്ഷെ സിനിമ വിജയിക്കുന്നത്. ഇത്തരത്തില് സംഗീതം ഒരു മാറ്റി നിർത്താൻ കഴിയാത്തൊരു ഘടകമായി ഇന്ന് സിനിമയില് മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പൊ ചലച്ചിത്രത്തിന്റെ പശ്ചാത്തല സംഗീതത്തിനും ചലച്ചിത്ര ഗാനശാഖയൊക്കെ വലിയ രീതിയിൽ വളർന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരുപാട് പിന്നണി ഗായകന്മാരും നമുക്ക് ഉണ്ട്. ചലച്ചിത്രത്തിന്റെ ഗാനശാഖയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു വളർച്ച ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പാട്ട് എന്നുള്ളത് മലയാളികളുടെ എന്ന് മാത്രമല്ല ലോകരുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു കലയാണ് സംഗീതം എന്ന് പറയുന്നത്. ആ കല സിനിമയിലെ മാറ്റാൻ പറ്റാത്ത ഒരു ഘടകമായി സംഗീതം എന്നുള്ള കല സിനിമയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. പിന്നെ സംഗീതത്തിന്റെ ഒരു ഉപയോഗം എന്താ? സിനിമയിലെ വൈകാരിക സ്വാധീനം അല്ലെ, ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകന്റെ വൈകാരികതയെ വലിയ രീതിയിൽ മാറ്റിമറിക്കുവാൻ സിനിമയ്ക്കകത്തെ സംഗീതത്തിന് സാധിക്കും. അതുകൊണ്ടാണ് കൂടുതലായിട്ടും പശ്ചാത്തല സംഗീതത്തിനൊക്കെ വലിയ പ്രീതി ലഭിക്കാൻ കാരണം അത്. അപ്പൊ ഒരു വൈകാരികമായിട്ട് വിഷമം നിറഞ്ഞൊരവസ്ഥയും സന്തോഷം നിറഞ്ഞൊരവസ്ഥയൊക്കെ ചിത്രീകരിക്കുന്ന സമയത്ത് ആ ദൃശ്യങ്ങൾക്ക് കൂടുതൽ മിഴിവേകാനും അല്ലെങ്കിൽ കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്താൻ സംഗീതത്തിനൊക്കെ വലിയ രീതിയിൽ സാധിക്കും. അതുകൊണ്ടാണ് പശ്ചാത്തല സംഗീതത്തിന്റെ ഒക്കെ വലിയൊരു ഉപയോഗം സിനിമയിൽ. ഇപ്പൊ ഒരു മാസ് സീന് കാണിക്കുക, ഇപ്പൊ കൂടുതലല്ലേ മാസ് സീൻ, ഒരു നായകന്റെ അല്ലെങ്കിൽ നായകന്റെ കൂടുതലായിട്ട് നായകന്റെ ഒരു മാസമായിട്ടുള്ള രംഗപ്രവേശത്തെ കാണിക്കുകയാണ്, എൻട്രി കാണിക്കുകയാണ്. അപ്പൊ അവിടെ വളരെ ദൃശ്യം മാത്രം കാണിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി ഭംഗിയാണ് ഒരു പക്ഷെ ആ BGM ഒക്കെ നൽകുന്ന സമയത്ത് അല്ലെ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നൽകുന്ന സമയത്ത്, മാസ് BGMs ഒക്കെ നൽകുന്ന സമയത്ത് ആ ഒരു ദൃശ്യത്തിന് കിട്ടുന്നത് എന്ന് പറയും. ഇത്തരത്തിൽ പശ്ചാത്തല സംഗീതമാണെങ്കിലും പാട്ടുകളാണെങ്കിലും ഒക്കെ സിനിമയിൽ മാറ്റി നിർത്താൻ പറ്റാത്ത ഒന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കലയായിട്ട് വേണം നമ്മൾ കണക്കാക്കാമെന്ന് പറയുന്നത്. അപ്പൊ കഥയിലെ ഒരു സന്ദർഭത്തിന്റെ ആഴത്തെയും പഴപ്പിനെയും ഒക്കെ കാഴ്ചക്കാരിലേക്ക് എത്തിക്കാൻ എന്തിനു സാധിക്കും? സംഗീതത്തിന് സാധിക്കും. ഇത്തരത്തിൽ സംഗീതവും സിനിമയും ഒരുപോലെ ആണ് ഇന്നും പ്രവർത്തിച്ചു വരുന്നത്. അടുത്തൊരു കലാരൂപമാണ് നൃത്തങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. അതിന്റെ കൂടുതലും നൃത്തങ്ങൾ എന്തിനാ സിനിമയിൽ ചേർക്കുന്നത്? സിനിമ ഒരു വിനോദമാണ് അല്ലെ, നമ്മുടെ ഒരു എന്റർടൈൻമെന്റ് പ്രോപ്പർട്ടിയാണ് സിനിമ എന്ന് പറയുന്നത്. ആ സിനിമ കൂടുതൽ കാണുന്ന വ്യക്തികൾക്ക് കൂടുതൽ മിഴിവേകാൻ വേണ്ടിയിട്ടും ദൃശ്യങ്ങൾ കൂടുതൽ ഭംഗിയാകാൻ വേണ്ടിയിട്ട് അവർക്ക് കൂടുതൽ ആസ്വദിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ നൃത്തങ്ങളൊക്കെ സിനിമയിൽ ചേർക്കുന്നത്. നൃത്തം ഉണ്ടെങ്കിൽ സംഗീതവും വേണം അല്ലെ. സംഗീതം, നൃത്തം എല്ലാം കൂടി ഇങ്ങനെ ഇടചേർന്നിരിക്കുന്നു എന്ന് വേണം നമ്മൾ കണക്കാക്കാൻ വേണ്ടി. ഇപ്പൊ ഒരു കഥ നടക്കുന്ന ദൃശ്യാനുഭവം വർദ്ധിപ്പിക്കാനും സങ്കീർണമായിട്ടുള്ള ചടുല താളങ്ങൾക്കൊക്കെ സാധിക്കും. ഒരു പാട്ട് വരികയാണ്, പ്രത്യേക ഒരു സെലിബ്രേഷൻ, എന്തെങ്കിലും ഒരു ആഘോഷം നടക്കുന്ന വേളയിൽ ആ ആഘോഷത്തിനിടയ്ക്ക് പാട്ട് വേണം, നൃത്തം വേണം, എങ്ങനെയൊക്കെയാണ് അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു ഭംഗി കാണുന്ന പ്രേക്ഷകർ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ സാധിക്കൂ എന്നുള്ളതാണ്. ഇത്തരത്തിൽ നമുക്ക് ആലോചിക്കും ഒരു സിനിമയുടെ അകത്ത് എന്തെല്ലാം കലകൾ പ്രവർത്തിക്കുന്നു. ഇപ്പൊ വളരെ കുറച്ച് ഉദാഹരണങ്ങളാണ് ഇതിൽ ചേർത്തിട്ടുള്ളൂ. നൃത്തമായിക്കോട്ടെ, സംഗീതമായിക്കോട്ടെ, മറ്റില്ലേ വസ്ത്രധാരണത്തിൽ വരുന്ന പല വ്യത്യാസങ്ങള്, നിറത്തിൽ വരുന്ന ആർട്ട് അല്ലെ. വലിയ സിനിമയൊക്കെ വലിയൊരു ആർട്ടാണ് അല്ലെ, കലകൾ കൊണ്ടങ്ങ് നിറഞ്ഞിരിക്കുകയാണ് അല്ലെ. ആർട്ടിന് വലിയ പ്രാധാന്യമുണ്ട് പശ്ചാത്തലം സൃഷ്ടിക്കുന്നത്. നമ്മളിപ്പോ ഇന്ന് കാലഘട്ടത്തിൽ ഇരുന്നുകൊണ്ട് പഴയ സിനിമയൊക്കെ സൃഷ്ടിക്കാൻ സാധിക്കും, പഴയ കാലത്തെ ഉപകരണങ്ങളൊക്കെ വെച്ചുകൊണ്ട്. അപ്പൊ ഈ ആർട്ടിനൊക്കെ വലിയ പ്രാധാന്യം സിനിമയ്ക്കകത്ത് ഉണ്ട്. അപ്പൊ ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള കലകൾ ചേർന്ന ഒരു കലാരൂപമാണ് സിനിമ എന്ന് പറയുന്നത്. സിനിമ എല്ലാത്തിനെയും ആശ്രയിച്ചിരിക്കുന്നു അല്ലെ. അഭിനയം എന്ന കലയെ ആശ്രയിക്കുന്നു, നൃത്തം എന്ന കലയെ ആശ്രയിക്കുന്നു, സംഗീതം എന്ന് പറഞ്ഞ കലയെ ആശ്രയിക്കുന്നു, ഫോട്ടോഗ്രാഫി എന്നുള്ള കലയെ ആശ്രയിക്കുന്നു. ഇത്തരത്തിൽ ഒരുപാട് കലകളുടെ ഒരു സമന്വയമാണ് സിനിമ എന്ന് പറയുന്നത്. ഒരു കലകളുടെ കൂട്ടമായി തന്നെ നമുക്ക് സിനിമയെ കണക്കാക്കാം. ഇത്തരത്തില് നിരവധി ഇതര കലകളുമായിട്ട് സിനിമയ്ക്ക് വലിയ ബന്ധം ഉണ്ട്. അത്തരത്തിൽ നിരവധിയായിട്ടുള്ള ഇതര കലകളെല്ലാം ചേരുമ്പോഴാണ് ഒരു സിനിമ സാധ്യമാകുന്നത് എന്ന് വേണം പറയാനായി.
ഇത് അതേപോലെ തന്നെ വിഷ്വൽ എഫക്ട് അല്ലെ. ഇപ്പോ കാലഘട്ടം മാറുന്നതിനനുസരിച്ച് കുറെ നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യയും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ആനിമേഷനും വിഷ്വൽ എഫക്റ്റിനെ കുറിച്ചിട്ടൊക്കെ VFXനെ കുറിച്ചിട്ടൊക്കെ കൂടുതലായിട്ട് ചർച്ച ചെയ്യുന്നത്. കലകളൊക്കെ ചെയ്യുന്നതിനോട് ആർട്ടിഫിഷ്യൽ കലകൾ, നമ്മളിപ്പോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. യഥാർത്ഥമല്ലാത്തത് യാന്ത്രികമായി നിർമ്മിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാം നിർമ്മിക്കപ്പെടുന്ന ഒരു കാലഘട്ടം, റോബോട്ടിക് കാലഘട്ടത്തിലൂടെയൊക്കെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്തരം ഒരു കാലഘട്ടത്തില് സിനിമയെ VFX പോലെയുള്ള എഫക്റ്റുകളൊക്കെ നിർമ്മിച്ച് സ്പെഷ്യൽ ഇഫക്റ്റുകളും ആനിമേഷനൊക്കെ സിനിമയെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന ഒരു കലയായി തന്നെ മാറുന്നുണ്ട്. അപ്പൊ ഇതൊരു നിശ്ചിത ശ്രേണിയിലൂടെ ചലനത്തിന്റെ വിദ്യ സൃഷ്ടിക്കുന്ന ഒരു കലാരൂപമാണ് ആനിമേഷൻ അല്ലെ. നമ്മൾ മുന്നേ ആനിമേഷൻ സിനിമയെ കുറിച്ചിട്ട് പഠിച്ചു. എന്താണ്, വിവിധ ചിത്രങ്ങളൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് അവ ചലിക്കുന്നതായിട്ട്, കമ്പ്യൂട്ടർ അധിഷ്ഠിതമായിട്ട് അവ ചലിക്കുന്ന ദൃശ്യമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നതാണ് ആനിമേഷൻ. ആനിമേഷൻ ഒരു കലയാണ് അല്ലെ. ആനിമേഷൻ ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു കലാലോകം സൃഷ്ടിക്കുകയാണ്. ആ കലാലോകം എന്തിൽ പ്രവർത്തിക്കുന്നുണ്ട്? സിനിമയിൽ ധാരാളമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ VFXന്റെ ഒക്കെ ഉപയോഗം വലിയ രീതിയിലുണ്ട്. നമുക്ക് സാധാരണമായ ഒരു ദൃശ്യത്തിലൂടെ പകർത്താൻ പറ്റാത്തത് ഒരു പക്ഷെ ഒരു കലാകാരന്റെ സർഗാത്മകമായ സൃഷ്ടിയിലൂടെ സാധിക്കും അല്ലെ. നമുക്കിപ്പോ എല്ലാ കാര്യങ്ങളും സിനിമയുടെ ഒരു ക്യാമറയിലൂടെ പകർത്തിയെടുക്കാൻ പറ്റണമെന്നില്ല. അങ്ങനെ പകർത്തിയെടുക്കാൻ പറ്റാത്തതും അമാനുഷികമായിട്ടും അയാഥാർത്ഥ്യമായിട്ടുള്ളതും ഒക്കെ പല കാര്യങ്ങളും ഈ VFX പോലെയുള്ള ഇഫക്റ്റുകൾ അല്ലെങ്കിൽ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തില് സാധാരണമായിട്ടുള്ള അല്ലെങ്കിൽ കാലഘട്ടങ്ങൾക്കനുസരിച്ച് ഇപ്പൊ നൃത്തം, സംഗീതം പോലെ പരമ്പരാഗതമായിട്ട് വളർന്നു വന്ന കലകൾ മാത്രമല്ല സിനിമയുടെ അകത്തുള്ളത്. എന്തുകൂടെയുണ്ട്? ഏറ്റവും നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള കലകൾ പോലും സിനിമയ്ക്കകത്ത് വലിയ രീതിയിൽ പ്രവർത്തിക്കുന്നത്. വലിയ സിനിമയുടെ ചരിത്രത്തിൽ അല്ലെ, ഇപ്പൊ പല ആനിമേഷൻ സിനിമകളും ഒക്കെ അപ്പൊ ഹൾക്ക് പോലുള്ള കഥാപാത്രങ്ങൾ, ഡിസ്നിയുടെ കഥാപാത്രങ്ങള് അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള കഥാപാത്രം നമ്മൾ സ്പൈഡർമാൻ സിനിമയൊക്കെ കാണുന്ന സമയത്ത് അതിലൊക്കെ VFXന്റെ ഉപയോഗം ധാരാളമായിട്ട് ഉപയോഗിക്കുന്നു. നമ്മൾ കാണാൻ പറ്റാത്ത വിദ്യാലോകത്തെ തന്നെ സിനിമയ്ക്കകത്ത് സൃഷ്ടിക്കാൻ ഈ കലകൾക്കൊക്കെ സാധിക്കുന്നു. അപ്പൊ ഏറ്റവും പരമ്പരാഗതമായിട്ടുള്ള കല മുതൽ ഏറ്റവും നൂതനമായിട്ടുള്ള കലകൾ വരെ സിനിമയ്ക്കകത്ത് വലിയ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അത്തരത്തിൽ ഇത്ര കലകൾ മാത്രമല്ല കേട്ടോ, നമുക്ക് അറിയാവുന്ന എല്ലാ കലകളും ഉൾപ്പെടുത്തുന്ന സിനിമയും ഇതര കലകളും തമ്മിൽ പല കലകളും തമ്മിൽ വലിയ രീതിയിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ഭാഗം നോക്കാം. നമ്മൾ പ്രധാനമായിട്ട് സിനിമയിൽ എടുത്തു പറയേണ്ട ഒരു മേഖലയാണ് സംഗീതം എന്ന് പറയുന്നത്. അപ്പൊ ചലച്ചിത്രവും സംഗീതവും വലിയ രീതിയിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ചലച്ചിത്രത്തിന്റെയും സംഗീതത്തിന്റെയും തമ്മിലുള്ള പങ്കിനെ കുറിച്ചിട്ട് ഇന്ത്യൻ സിനിമയിൽ എടുക്കുക, അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയെ എടുത്തു പരിശോധിക്കുന്ന സമയത്ത് പ്രധാനമായിട്ട് ഹിന്ദി, തമിഴ്, തെലുങ്ക്, മലയാളം തുടങ്ങിയ സിനിമകളിലാണ് കൂടുതലായിട്ടും സംഗീതത്തിന്റെ ഉപയോഗം. ഇപ്പൊ ഹിന്ദുസ്ഥാനി പോലെയുള്ള സംഗീതമൊക്കെ ഉണ്ടെങ്കിലും സിനിമയുടെ ചരിത്രം അല്ലെങ്കിൽ സിനിമയുടെ വളർച്ചയിൽ എടുത്തു നോക്കുന്ന സമയത്ത് ഹിന്ദി, തെലുങ്ക്, മലയാളം, തമിഴ് പോലെയുള്ള സിനിമയ്ക്ക് സംഗീതത്തിന്റെ വലിയ രീതിയിലുള്ള ഉപയോഗം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ മലയാള സിനിമ നമ്മൾ കൂടുതൽ കാണുന്ന മലയാള സിനിമയായിരിക്കും. അപ്പൊ മലയാള സിനിമയുടെ ഒരു ഇതെടുത്തൊക്കെ ഒരു സിനിമയിൽ തന്നെ എത്ര പാട്ടുകൾ നമുക്ക് കാണുന്നുണ്ട്, എത്ര തരത്തിലുള്ള പശ്ചാത്തല സംഗീതം നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും അല്ലെ. ഇന്നും നമുക്ക് ഇപ്പോ പാട്ടിന് നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ട് ഏത് അങ്ങനെയൊക്കെ എടുത്ത് ചോദിക്കുന്ന സമയത്ത് നിരവധിയായിട്ടുള്ള പാട്ടുകളെ കുറിച്ച് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്തരത്തില് സിനിമയും സംഗീത ചലച്ചിത്രത്തിന്റെ ഒരു വഴിയിൽ സംഗീതവും ഒരുപോലെ തന്നെ വളർന്നു വന്നു എന്ന് വേണം കണക്കാക്കാൻ. എന്തിനാണ് സിനിമയിൽ സംഗീതം ഉപയോഗിക്കുന്നത്? പല കാരണങ്ങളില് ഇതിവൃത്തം മുന്നോട്ട്, ഇപ്പൊ എന്താ നടക്കുന്ന ആ ഒരു സംഭവത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇപ്പൊ ഒരു സിനിമ എടുത്തു പോലൊരു സംഗീതമാണ്. ഇപ്പോ വലിയൊരു കാലഘട്ടത്തെ ഒന്ന് സിനിമയിലൂടെ വരച്ച് കാണിക്കാൻ പറ്റാത്ത ഇപ്പൊ സിനിമ എടുക്കുന്നു. ഒരു കുട്ടിയുടെ കഥയാണ് കാണിക്കുന്നത്. കുട്ടി വളരുന്നു, വലുതാകുന്നു, പഠിക്കുന്നു, ജോലി നേടുന്നു, വലിയ ഉദ്യോഗസ്ഥയാവുന്നു, വാർദ്ധക്യത്തിലേക്ക് എത്തുന്നു. ഈ ഒരു വലിയ കാലഘട്ടം നമുക്ക് മുഴുവൻ സിനിമയിലൂടെ കാണിക്കാൻ സാധിക്കാത്ത സമയത്ത് ചിലപ്പോൾ ഒരു സംഗീതം മതി, ഒരു പാട്ട് മതിയായിരിക്കും. ആ പാട്ടിലൂടെ ഈ ദൃശ്യങ്ങളെല്ലാം കാണിക്കാനായിട്ട് സാധിക്കും അല്ലെ. അപ്പോ സിനിമയുടെ വലിയൊരു ദൈർഘ്യത്തെ ചിലപ്പോൾ ഒരു പക്ഷെ സിനിമയിലെ സംഗീതത്തിന് കുറച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കാറുണ്ട്. അപ്പൊ ഇതിവൃത്തത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രധാന ഘടകമായിട്ട്
സംഗീതത്തിന് വരാം. അതുപോലെ തന്നെ ചില വികാരങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ ആ സിനിമയിൽ വളരെ ഒരു സങ്കടം നിറഞ്ഞ ഒരു സിറ്റുവേഷൻ ആണ് അല്ലെങ്കിൽ ഒരു സാഹചര്യമാണെങ്കിൽ ആ സാഹചര്യത്തെ പ്രതിഫലിപ്പിക്കാൻ എന്തിനു ഉപയോഗിക്കാം? സംഗീതത്തിനെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമ്മുടെ സാംസ്കാരിക പാരമ്പര്യങ്ങൾ ഉയർത്തിക്കാട്ടുന്നതിന് വേണ്ടി, പ്രേക്ഷകർക്കുള്ള വിനോദ മൂല്യം ഉയർത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെ സിനിമയിൽ വലിയ രീതിയിൽ സംഗീതം ഉപയോഗിച്ച് കാണാറുണ്ട്. നമ്മുടെ സാംസ്കാരിക പ്രതിഫലനമായിട്ട് തന്നെ സിനിമയിലെ പാട്ടുകളൊക്കെ മാറാറുണ്ട് എന്നുള്ളതാണ് പറയാറ്. ഇന്ത്യൻ സിനിമയിൽ പ്രധാനമായിട്ട് അതൊക്കെയുണ്ട്. ക്ലാസിക്കൽ ഉണ്ട്, ഫോക്ക് ഉണ്ട്, സെമി ക്ലാസിക്കൽ ഉണ്ട്, പോപ്പ്, റോക്ക്, ജാസ്, ഫ്യൂഷൻ തുടങ്ങി സംഗീതത്തിന്റെ തന്നെ വ്യത്യസ്തമായ മേഖലകളെല്ലാം എന്തിന് പ്രവർത്തിച്ചിട്ടുണ്ട്? സിനിമയില് പ്രവർത്തിച്ചിട്ടുണ്ട്. സംഗീതത്തിന്റെ വിവിധ മേഖലകളെല്ലാം ഇന്ന് സിനിമയിൽ ഇപ്പൊ കൂടുതലായിട്ട് ന്യൂ ജനറേഷൻ കാലഘട്ടത്തിലൊക്കെ വരുന്ന സമയത്താണ് പോപ്പ്, റോക്ക്, ജാസ്, ഫ്യൂഷൻ അല്ലെ അങ്ങനത്തെ പാട്ടിന്റെ ശാഖയ്ക്കൊക്കെ വലിയ രീതിയിൽ പ്രാധാന്യം നൽകി വരുന്നത്. ഡയലോഗിൽ മെലഡി പോലെയുള്ള യുഗ്മഗാനങ്ങളൊക്കെ വലിയ രീതിയിൽ പ്രചാരം സിനിമയ്ക്കകത്ത് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള സംഗീത ഗായകന്മാരും ഗായികകളൊക്കെ ഉണ്ട് അല്ലെ. മലയാളികൾക്ക് ഇഷ്ടംപോലെ ഗായികന്മാരും ഗായികകളും ഒക്കെ ഉണ്ട്. ഇപ്പൊ കുറച്ചുപേരെ നമുക്ക് നോക്കുക. അപ്പൊ ചലച്ചിത്ര സംഗീതമൊക്കെ നിങ്ങൾക്കൊരു എടുത്ത് ചോദിക്കുന്ന സമയത്ത് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഗായകരെ കുറിച്ചും പാട്ടുകളെ കുറിച്ചും പാട്ടിന്റെ ചരിത്രത്തെ കുറിച്ചിട്ടൊക്കെ വിശദീകരിക്കേണ്ടതുണ്ട്. ഇപ്പൊ ലതാ മങ്കേഷ്കർ, മുഹമ്മദ് റാഫി, കിഷോർ കുമാർ, യേശുദാസ്, SPB, ജാനകി, സുശീല, KS ചിത്ര, MG ശ്രീകുമാർ, അതുപോലെ തന്നെ P. ജയകൃഷ്ണൻ തുടങ്ങി സംഗീതത്തിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് വ്യക്തികളെ കുറിച്ചിട്ട് നമുക്കറിയാം. അപ്പൊ ചലച്ചിത്ര സംഗീതം നമുക്കൊരു ചോദ്യമൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും കുറെ എഴുതാൻ പറ്റിയിട്ടുള്ള ഒരു മേഖലയാണ് ചലച്ചിത്രവും സംഗീതവും എന്നൊക്കെ പറയുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന പാട്ടുകൾ, പാട്ടിന്റെ ഒരു ചരിത്രം, ഇതിനൊക്കെ നിങ്ങൾക്ക് വിശദീകരിച്ച് പറയാവുന്നതാണ്. മലയാളത്തിൽ മാത്രമല്ല ഹിന്ദിയിൽ നൗഷാദ്, ഇത്ര പറഞ്ഞ ഉദാഹരണങ്ങളൊക്കെ നിങ്ങൾ നോക്കി വയ്ക്കുക. അതുപോലെ തന്നെ ഗായകര് എന്നുള്ളത് പോലെ തന്നെ അതിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ഒരു നിരവധിയായിട്ടുള്ള സംഗീത സംവിധായകന്മാരും ഉണ്ട് അല്ലെ. ഇപ്പൊ നമുക്കറിയുന്ന ഇളയരാജ, സലീൽ ചൗധരി, നൗഷാദ്, ബർമൻ, AR റഹ്മാൻ, കീരവാണി, അതുപോലെ തന്നെ ബാബുരാജ്, ദക്ഷിണാമൂർത്തി, ദേവരാജൻ, ഗിരീഷ് പുത്തഞ്ചേരി ഒക്കെ വരികൾ എഴുതുന്ന വ്യക്തി അല്ലെ. മറ്റു സംവിധായകനായിട്ടുള്ള ജോൺസൺ, വിദ്യാസാഗർ എന്നൊക്കെ തുടങ്ങി ചലച്ചിത്രം സംവിധാനം ചെയ്യപ്പെടുന്നു എന്നതുപോലെ തന്നെ ഒരു സംഗീതവും സംവിധാനം ചെയ്യപ്പെടുകയാണ് അല്ലെ. സംഗീത സംവിധായകന്മാരായിട്ടുള്ള ഒരുപാട് വ്യക്തികൾ നമുക്ക് ഇന്നുണ്ട്. അവരുടെ കുറെ കലയൊക്കെ ചേർന്ന് അല്ലെങ്കിൽ അവരുടെ അറിവും കഴിവും എല്ലാം ചേർന്നുകൊണ്ട് ഇന്നും ഒരുപാട് പ്രസിദ്ധമായിട്ടുള്ള സിനിമാ ഗാനങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് വേണം പറയാം. പിന്നെ സിനിമയുടെ കാലഘട്ടത്തിൽ ഒരു ഒഴിച്ചുകൂടാൻ കഴിയാത്തൊരു ഘടകമായിട്ട് സിനിമ ഇന്നും വർത്തിക്കുന്നു. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ വേറൊരു മാറ്റം എന്ന് പറയുമ്പോൾ സിനിമയിലെ ഗാനങ്ങൾ ഉൾപ്പെടുത്തുന്നത് എന്ത് വേണ്ടിയിട്ടാ? ചില സമയത്ത് പാട്ടുകളിലൂടെ, നേരത്തെ പറഞ്ഞില്ലേ, പാട്ടുകളിലൂടെ ആയിരിക്കും സിനിമ വിജയിക്കുന്നത്. അപ്പൊ ആദ്യമൊക്കെ ഇപ്പൊ സിനിമ പുറത്തിറങ്ങുന്നതിന് മുന്നേ തന്നെ ആദ്യം അതിലത്തെ ഗാനങ്ങളായിരിക്കും പുറത്തിറങ്ങുക. ഒരുപക്ഷെ ആ ഗാനം വിജയിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ ആ സിനിമ വിജയിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം. ഇത്തരത്തില് പാട്ടിനെ ഒഴിച്ചു നിർത്താൻ പറ്റുന്നു എന്ന് മാത്രമല്ല, സിനിമ വിജയിക്കുന്നതിനുള്ള ഒരു മാധ്യമം കൂടിയായിട്ട് ഇന്ന് സംഗീതം വർത്തിക്കുന്നു. അപ്പോ മാത്രമല്ല സംഗീതത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് തന്നെ സിനിമകൾ ഇറങ്ങാറുണ്ട്. ഉദാഹരണങ്ങളാണ് സർഗം, ശങ്കരാഭരണം പോലെയുള്ള സിനിമയ്ക്ക് സംഗീതമാണ് അതിന്റെ പ്രമേയം, സംഗീതമാണ് അതിന്റെ ഇതിവൃത്തം. സംഗീതത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇന്നും സിനിമകളൊക്കെ ഇറങ്ങാറുണ്ട്. അപ്പൊ സംഗീതവും സിനിമയും തമ്മിൽ വേറിട്ട് നിർത്താൻ കഴിയാത്ത ഒരു തന്നെ പുറത്തുന്നുണ്ട്. പിന്നെ ഏറ്റവും ഒരുപാട് സംഗീത സംവിധായകന്മാരും എഴുത്തുകാരും അല്ലെ. എഴുത്തുകാരൊക്കെയാണ് വരികളിൽ തുളുമ്പുന്ന സാഹിത്യം അല്ലെ. ആ ഒരു സംഗീതത്തിന്റെ വരികളിൽ തുളുമ്പുന്ന സാഹിത്യം കാണിച്ചു തരുന്നത് ആരൊക്കെയാണ്? വയലാർ രാമവർമ്മ, P. ഭാസ്കരൻ, യൂസഫ് അലി കേച്ചേരി, ONV കുറുപ്പ്, ശ്രീകുമാരൻ തമ്പി, ഗിരീഷ് പുത്തഞ്ചേരി, ഏറ്റവും പുതിയതായിട്ടുള്ള റഫീഖ് അഹമ്മദ് പോലെയുള്ള നിരവധിയായിട്ടുള്ള സംഗീത സംവിധായകന്മാരും നിരവധിയായിട്ടുള്ള ഇവരൊക്കെ എഴുത്തുകാരാണ് അല്ലെ. നിരവധിയായിട്ടുള്ള എഴുത്തുകാരും നമുക്കുണ്ട്. അപ്പൊ നമ്മുടെ മലയാളത്തെ സംബന്ധിച്ച് മലയാളത്തിലെ സിനിമ ശാഖയെ പോലെ തന്നെ സംഗീത ശാഖയും വലിയ
ഉയരങ്ങളിലേക്ക് എത്തിക്കൊണ്ട് വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട്. അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള പാട്ടുകൾ സിനിമയിലൂടെ പുറത്തിറങ്ങിയിട്ടുണ്ട്, അല്ലാതെയും പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ചലച്ചിത്രത്തിലെ ഒരു പ്രധാന ഘടകം തന്നെയാണ് സംഗീതം എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് തിരക്കഥയെ കുറിച്ചിട്ടാണ്, അഥവാ സിനിമയുടെ സാഹിത്യം എന്ന നിലയിൽ തിരക്കഥയ്ക്കുള്ള സ്ഥാനം അഥവാ പ്രാധാന്യത്തെ കുറിച്ചിട്ടാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അതാണ് ഞാൻ പറഞ്ഞു അല്ലെ, സിനിമയുടെ സാഹിത്യ രൂപമാണ് ഏത്? തിരക്കഥ എന്ന് പറയുന്നത്. ബേസായിട്ട് മനസ്സിലാക്കി വെക്കാം. ചലച്ചിത്രത്തിന്റെ ചിത്രീകരണത്തിന് മുമ്പ് തയ്യാറാക്കപ്പെടുന്ന ഒരു സാഹിത്യ രൂപരേഖയാണ് സിനിമ അല്ലെ. ഒരു സിനിമ നിർമ്മിക്കാനായി അല്ലെങ്കിൽ ചിത്രീകരിക്കാനായിട്ട് ആരംഭിക്കുന്നു. ആ ആരംഭിക്കുന്നതിന് മുമ്പ് അതിന്റെ എന്തെല്ലാം ചെയ്യണം, അല്ലെങ്കിൽ എത്ര കഥാപാത്രങ്ങളുണ്ട്, കഥാപാത്രങ്ങളുടെ സംഭാഷണങ്ങൾ എന്തൊക്കെയാണ്, എന്തെല്ലാമാണ് പശ്ചാത്തലത്തിൽ വേണ്ടത്, ശബ്ദമാണോ സംഗീതമാണോ തുടങ്ങിയ എല്ലാ രേഖകളും എഴുതി വെക്കുന്നതാണ് എന്ത്? തിരക്കഥ എന്ന് പറയുന്നത്. ഒരു സിനിമയുടെ ഒരു കഥയെ അടിസ്ഥാനമാക്കി ഒരു സിനിമ ചിത്രീകരിക്കപ്പെടുമ്പോൾ ആ കഥയുടെ തുടക്കം മുതൽ അവസാനം വരെയുള്ള ഭാഗങ്ങളെല്ലാം ചേർത്ത് എഴുതി വെക്കുന്ന ഒരു രൂപരേഖയാണ് എന്ത് പറയുക? തിരക്കഥ എന്ന് പറയുക. അപ്പൊ എന്താണ് ഈ തിരക്കഥകൾ മുൻകൂട്ടി തയ്യാറാക്കില്ല. സിനിമ ചിത്രീകരിക്കുന്നതിന് മുൻപേ തന്നെ തിരക്കഥകൾ എന്താക്കപ്പെടും? എഴുതപ്പെടും. അത് സ്വതന്ത്രമായവയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കഥയെ അടിസ്ഥാനമാക്കി വളരെ സ്വതന്ത്രമായിട്ടുള്ള ഒരു തിരക്കഥയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹിത്യ രൂപത്തെ എന്താക്കിയത് ആസ്പദമാക്കിയിട്ടോ ആയിരിക്കും. ഒരു സാഹിത്യ രൂപത്തെ ആസ്പദമാക്കുന്ന സമയത്ത് എന്താ? സാഹിത്യത്തിനോട് അല്ലെ, കൃതിയോട് നീതി പുലർത്തിക്കൊണ്ട് വേണം. ഇപ്പൊ നീലവെളിച്ചം എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ എടുക്കുന്ന സമയത്ത് മുഹമ്മദ് ബഷീറിന്റെ അപ്പൊ ആ ഒരു കഥയോട് പൂർണ്ണമായ നീതി പുലർത്തിക്കൊണ്ട് വേണം എന്തിനെ സൃഷ്ടിക്കാൻ? തിരക്കഥയെ സൃഷ്ടിക്കാൻ വേണ്ടി. അതല്ല കഥ സാഹിത്യകൃതിയല്ല തിരക്കഥയ്ക്ക് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ എന്ത് ചെയ്യാം? സ്വതന്ത്രമായിട്ട് തിരക്കഥയെ സൃഷ്ടിക്കാനായിട്ട് സാധിക്കും. അപ്പൊ എന്താണ്? തിരക്കഥ സ്വതന്ത്രമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹിത്യ രൂപത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് സാധാരണ തിരക്കഥകൾ എഴുതാറുള്ളത്. അപ്പൊ എന്താണ്? ഇതൊരു ചലച്ചിത്രത്തിന്റെ ആധികാരിക രൂപരേഖയാണ് അല്ലെ. അതാണ് ചലച്ചിത്രത്തിന്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറഞ്ഞത് എന്തായിരിക്കാം? ഒരു തിരക്കഥ ആയിരിക്കാം. അപ്പൊ എന്താണ്? ഇപ്പൊ ഉദാഹരണത്തിന് പറയുന്നത് നാടകത്തിന്റെ സാഹിത്യ രൂപമാണ് നാടക ഗ്രന്ഥങ്ങൾ. നാടക ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി നാടകം നിർമ്മിക്കുന്നു. അതുപോലെ തന്നെ ആട്ടക്കഥയെ അടിസ്ഥാനമാക്കിയിട്ട് എന്ത് ചെയ്യുന്നു? കഥകളി രംഗത്ത് അവതരിപ്പിക്കുന്നു. ആട്ടക്കഥ പോലെ അല്ലെങ്കിൽ ക്രമദീപികത്തിന്റെ ആധികാരിക രേഖ, അതിന്റെ കഥകളിയുടെ സാഹിത്യമാണ് ആട്ടക്കഥ എന്ന് പറയുന്നത്. അപ്പൊ ആട്ടക്കഥയെ അടിസ്ഥാനമാക്കിയിട്ടാണ് രംഗത്ത് എന്താ അവതരിപ്പിക്കുക? കഥകളി അവതരിപ്പിക്കുക. ഇതുപോലെ തിരക്കഥയെ അടിസ്ഥാനമാക്കിയിട്ടാണ് എന്ത് നിർമ്മിക്കുക? ചലച്ചിത്രം നിർമ്മിക്കുക. അപ്പൊ ചലച്ചിത്രത്തിന്റെ സാഹിത്യ രൂപമാണ് തിരക്കഥ എന്ന് പറയുന്നത്. അപ്പോ തിരക്കഥയിൽ എഴുതിയ ലിഖിത രൂപത്തിൽ നിന്ന് വ്യത്യാസമായിരിക്കാം ചിലപ്പോൾ. അപ്പോ തിരക്കഥയിൽ കൃത്യമായിട്ടുള്ള എഴുതി വെച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ എന്ത് ചെയ്യണമെന്നില്ല, സിനിമ സൃഷ്ടിക്കണമെന്നില്ല. ചെറിയ മാറ്റങ്ങളൊക്കെ സിനിമയ്ക്കകത്ത് പ്രത്യക്ഷപ്പെടാറുണ്ട്. ആദ്യ കാലഘട്ടത്തിൽ എന്തുണ്ടായിരുന്നില്ല, അങ്ങനെ പ്രത്യേകമായിട്ട് എല്ലാം ഒത്തുകൂട്ടിയിട്ടൊരു തിരക്കഥയൊന്നും നിർമ്മിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സുസംഘടിതമായിട്ടുള്ള തിരക്കഥയ്ക്ക് ഒരു രൂപം ഒന്നും ഉണ്ടായിരുന്നില്ല. ഓരോ പടിപടിയായിട്ട് ചലച്ചിത്രത്തിന്റെ പരിണാമത്തിന് അനുസരിച്ചിട്ടാണ് തിരക്കഥയ്ക്ക് കൃത്യമായിട്ടുള്ള രൂപവും ഭാവവും ഒക്കെ ഉണ്ടാകുന്നത്. തിരക്കഥയുടെ ആവിർഭാവത്തെ കുറിച്ചിട്ട് പലർക്കും പല അഭിപ്രായങ്ങളാണ് ഉള്ളത്. പുഡോവ്സ്കിൻ പറയുന്നത്, എഴുതപ്പെട്ട ഒരു തിരക്കഥ പ്രാരംഭ ദശകളിൽ ഉണ്ടായിരുന്നില്ല. ചിത്രീകരണ സൗകര്യത്തിനുള്ള സെറ്റുകൾ നിലവിൽ വന്നതോടെയാണ് സ്ക്രിപ്റ്റ് പ്രകാരം സിനിമ നിർമ്മിക്കുക എന്ന പതിവിലേക്ക് മാറിയത്. അതായത് സിനിമ ഒരു പ്രദേശത്ത് മാത്രം അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രം ചിത്രീകരിക്കാനായിട്ട് സാധിക്കില്ല. ചില സമയങ്ങളിൽ എന്ത് ചെയ്യേണ്ടി വരും? സിനിമയ്ക്ക് സെറ്റുകൾ ഇടേണ്ടി വരും. പല പല സൈറ്റുകളിലായിട്ട് എന്തിടേണ്ടി വരും? സെറ്റുകൾ ഇടേണ്ടി വരും. അപ്പൊ ആ സെറ്റുകൾ പൊളിക്കുക, അഴിക്കുക, വീണ്ടും പൊളിച്ചു പണിയുക, അതൊരു വലിയ ബുദ്ധിമുട്ടാണ് സിനിമയെ സംബന്ധിച്ച്. അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ട് അത് വലിയൊരു ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്ത് വേണം? നിയതമായിട്ടുള്ള കുറച്ച് രേഖകളൊക്കെ വേണം. അതായത് കുറച്ച് രൂപരേഖ വേണം. ഇന്ന സെറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ സെറ്റിൽ എന്തൊക്കെ ഇത്ര ഷോട്ട് ചിത്രീകരിക്കണം, അല്ലെങ്കിൽ ഇത്ര സീനോ സീക്വൻസോ അതിനകത്ത് ചിത്രീകരിക്കണം. അപ്പൊ
കഥ സഞ്ചരിക്കുന്നത് ഇങ്ങനെയാണ്, ഇത്തരത്തിൽ കഥയുടെ തുടക്കം ഇങ്ങനെയാണ്, അവസാനം ഇങ്ങനെയാണ്, അല്ലെങ്കിൽ കഥ നടക്കുമ്പോൾ കഥാപാത്രം ഇന്ന സംഭാഷണങ്ങളാണ് നടക്കേണ്ടത്, ഇത്തരത്തിലുള്ള ഒരു രൂപരേഖ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമ ചിത്രീകരിക്കുക കൂടുതൽ എളുപ്പമായി തീരൂല്ലേ. അപ്പൊ തിരക്കഥകൾ സിനിമയുടെ ചിത്രീകരണത്തെ കൂടുതൽ എളുപ്പമാക്കി മാറ്റുന്ന ഒരു മാധ്യമം കൂടിയാണ് അല്ലെ. അപ്പൊ പുഡോഫ്കിൻ പറയുന്നത് ആദ്യ കാലഘട്ടത്തിൽ ഇങ്ങനെ സിനിമയ്ക്ക് തിരക്കഥയൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു സംഘടിതമായി എഴുതിയിട്ടുള്ള ഒരു തിരക്കഥ വെച്ചിട്ടൊന്നും ആയിരുന്നില്ല സിനിമ ഉണ്ടാക്കിയത്. എപ്പോഴാണ് തിരക്കഥ രൂപപ്പെട്ടത്? ഈ സെറ്റുകൾ കൃത്യമായിട്ട് ഉപയോഗിക്കേണ്ടതിന്റെ ആവശ്യകത വരുമ്പോ, അതായത് ഒരു സെറ്റ് തന്നെ പൊളിച്ച് വീണ്ടും പണിയുന്ന ഒരു സാഹചര്യം അല്ലാതെ ഒരു സെറ്റിൽ തന്നെ എന്തൊക്കെ ചിത്രീകരിക്കണം എന്ന് കൃത്യമായി ചാർട്ട് ചെയ്തതിന് ശേഷം അതിന്റെ സ്ക്രിപ്റ്റ് ഒക്കെ ആയിട്ട് രൂപപ്പെടുത്തി, സ്ക്രിപ്റ്റ് ഒരു സീനിൽ ഇന്ന സ്ക്രിപ്റ്റ് ആയിരിക്കും, ആ സ്ക്രിപ്റ്റ് ഒക്കെ രൂപപ്പെട്ടിരുന്ന കാലഘട്ടത്തിലാണ് തിരക്കഥയ്ക്ക് കൂടുതൽ തിരക്കഥ ആ കാലഘട്ടത്തിലാണ് ആവിർഭവിക്കുന്നത് എന്നാണ് പുഡോഫ്കിൻ പറയുന്നത്. ജോൺ ഹാനിങ്ടണോ തിരക്കഥ സിനിമയുടെ ബ്ലൂ പ്രിന്റ് ആണ്, ബ്ലൂ പ്രിന്റ് മാത്രമാണ്. അതായത് സിനിമയ്ക്കാണ് അവിടെ പ്രാധാന്യം, തിരക്കഥയ്ക്കല്ല പ്രാധാന്യം എന്നാണ് ജോൺ ഹാനിങ്ടൺ. സിനിമയാണ് പ്രധാനം, തിരക്കഥ അധികം വായിക്കപ്പെടാത്തതും അതുകൊണ്ടാണ്. ഒരു ബ്ലൂ പ്രിന്റ് ഏകദേശ രൂപങ്ങളൊക്കെ ചേർന്നിട്ടുള്ള ഒന്ന് മാത്രമാണ്, അല്ലെങ്കിൽ സിനിമ എന്താണ് എന്നുള്ളതിന്റെ ഒരു ആദ്യ രൂപം മാത്രമാണ് എന്തെന്ന് പറയുന്നത് തിരക്കഥ എന്ന് പറയുന്നത്. പക്ഷെ തിരക്കഥയേക്കാൾ പ്രാധാന്യം എന്തിനാണെന്നാണ് ജോൺ ഹാനിങ്ടൺ പറയുന്നത്? സിനിമയ്ക്കാണ്. തിരക്കഥയേക്കാൾ കൂടുതൽ പ്രാധാന്യം സിനിമയ്ക്കാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് തിരക്കഥ, ഇപ്പൊ സിനിമ നമ്മൾ എല്ലാവരും കാണൂല, അതുപോലെ തിരക്കഥകൾ നമ്മൾ വായിക്കുമോ? ഇല്ല. കാരണം അപ്പൊ തിരക്കഥ വായിക്കപ്പെടാത്തതിന്റെ കാരണം അതിന്റെ ഒരു ദൃശ്യരൂപം നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ ആ ഒരു ദൃശ്യരൂപത്തെ വെച്ചുകൊണ്ട് തിരക്കഥ വായിക്കല് വളരെ കുറവായിരിക്കും. അപ്പൊ ഇതിന്റെ ഒരു ഏകദേശ രൂപം മാത്രമാണ്, ഒരു ബ്ലൂ പ്രിന്റ് മാത്രമാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ തിരക്കഥ എന്നാണ് ജോൺ ഹാനിങ്ടൺ പറയുന്നത്. ഇനി ഡേവിഡ് ബിൽ പറയുന്നത് ക്യാമറ ഓപ്പറേറ്ററുടെയും സംവിധായകന്റെയും എഡിറ്ററുടെയും നടീനടന്മാരുടെയും ഒക്കെ നിർദ്ദേശങ്ങൾ മനസ്സിൽ കണ്ട് തിരക്കഥ എഴുതുക എന്നത് ഒരു പ്രത്യേക പരിശീലനം ആവശ്യമുള്ള ജോലിയാണ്. തിരക്കഥയ്ക്ക് സാഹിത്യം മൂലം കുറയുന്നത് ഇങ്ങനെയായിരിക്കും. ഇപ്പൊ ഒരു തിരക്കഥ എഴുതുന്ന സമയത്ത് എന്തെല്ലാം പരിഗണിക്കണം? ഒരു ക്യാമറ എവിടെ വെക്കണം അല്ലെ, ഒരു ക്യാമറയുടെ ആംഗിൾ എങ്ങനെ ആയിരിക്കണം, ചിത്രീകരിക്കുന്ന ദൃശ്യം എന്ത്, അവിടെ എന്തെല്ലാം സംവിധായകന്റെയും എഡിറ്ററിന്റെയും ഒക്കെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കൊണ്ടൊരു തിരക്കഥ നിർമ്മിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയിട്ടുള്ള ഒരു ഇതാണ്. അപ്പോ ചിലപ്പോൾ അതിനനുസരിച്ച് സാഹിത്യ മൂല്യം ഒന്നും തിരക്കഥയ്ക്ക് ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. ഒരു സാഹിത്യ മൂല്യമുള്ളത് ഒരു സർഗാത്മകമാണല്ലോ സാഹിത്യം എന്ന് പറയുന്നത്. ഒരു തിരക്കഥ ഒരു സർഗാത്മകമായിട്ട് സൃഷ്ടിക്കാൻ പറ്റണമെന്നില്ല. കാരണം എന്താ, പലരുടെയും അഭിപ്രായങ്ങളും വീക്ഷണകോണുകളും എല്ലാം ഒത്തുചേർന്ന് വരുമ്പോൾ അതിന്റെ സാഹിത്യ മൂലം നഷ്ടപ്പെട്ടു പോകും എന്നാണ് ഡേവിഡ് ബീൽ പറയുന്നത്. ഇനി സെയ്ദ് ഫീൽഡ് പറയുന്നത് കഥയും കഥാതന്ത്രവും ആദ്യം ഉറപ്പിച്ച ശേഷം കഥാപാത്രങ്ങളും വസ്തുതകളും സംഭാഷണങ്ങളും നിർമ്മിക്കുകയാണ് തിരക്കഥത്തിന്റെ ജോലി. അപ്പൊ ആവിർഭാവ കാലഘട്ടത്തിൽ തിരക്കഥ ഉണ്ടായതിനു ശേഷം ചിലരെല്ലാം തിരക്കഥയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നു. അതേസമയം തന്നെ ചിലരെല്ലാം എന്ത് ചെയ്യുന്നു, തിരക്കഥയ്ക്ക് അത്ര തന്നെ പ്രാധാന്യം നൽകാറില്ല. ഇതുപോലെ ഒരുപാട് എഴുത്തുകാരുടെ ഒരുപാട് സംവിധായകരുടെ ഒക്കെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. വളരെ ഒന്ന് രണ്ടെണ്ണം റാൻഡം ആയിട്ട് തെരഞ്ഞെടുത്ത് പറഞ്ഞു എന്ന് മാത്രം. ഇനി നമ്മൾ തിരക്കഥയെ കുറിച്ചുള്ള പ്രധാന ഭാഗത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. തിരക്കഥയുടെ ഘടനയും ഘട്ടങ്ങളും ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കേണ്ടതുണ്ട്. പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. മാത്രമല്ല തിരക്കഥയെ കുറിച്ചുള്ള അടിസ്ഥാന രേഖ കൂടിയാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. എന്താണ് തിരക്കഥ എന്ന് അറിയാലോ? സിനിമയുടെ സാഹിത്യ രൂപം തിരക്കഥ എന്നുള്ളത് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഓർത്തു വയ്ക്കാം. സീനുകൾ കൊണ്ട് നിർമ്മിക്കപ്പെടുന്നതാണ് സീക്വൻസ്. നമ്മൾ പറഞ്ഞില്ലേ, ഷോട്ടുകൾ ചേർന്ന സീനുകൾ ചേർന്ന സീക്വൻസ് ആയിരുന്നു. ഈ സീക്വൻസുകൾ ചേർന്ന് കൂടിച്ചേരുന്നതിനെയാണ് എന്ത് പറയുക? തിരക്കഥ എന്ന് പറയുക. അപ്പോ എന്തൊക്കെയാണ് തിരക്കഥയിൽ ഉണ്ടാക്കുക? ഒരു സീനും എങ്ങനെ ചിത്രീകരിക്കണം, ഒരു ഷോട്ടല്ല, ഒരു ഷോട്ട് ആയിക്കോട്ടെ, ഒരു സീൻ ആയിക്കോട്ടെ, അവയൊക്കെ എങ്ങനെ ചിത്രീകരിക്കണം, ക്യാമറ ഏത് കോണിൽ, നമ്മൾ വിവിധ തരം ആംഗിളുകളെ കുറിച്ചിട്ട് പഠിച്ചു അല്ലെ. ക്യാമറ ഹൈ ആംഗിൾ ആണോ, ലോ ആംഗിൾ ആണോ, അപ്പൊ ഇത്തരത്തിൽ ഏത് ആംഗിളിൽ വേണം ക്യാമറ വെക്കാൻ, ഏത് സമയമായിരിക്കും, രാത്രിയാണോ പകലാണോ, അതല്ലെങ്കിൽ കഥാപാത്രത്തിലെ സന്ദർഭത്തിന്റെ സമയം, ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തി ഏത് സമയം ആയിരിക്കണം, പശ്ചാത്തലത്തിൽ എന്തെങ്കിലും ശബ്ദം വേണോ, അഥവാ സംഗീതമാണോ പാട്ടാണോ വേണ്ടതെന്നൊക്കെ തീരുമാനിക്കുന്ന എല്ലാ വിശദാംശങ്ങളും എന്തിലുണ്ടായിരിക്കും? ഈ തിരക്കഥയിൽ ഉണ്ടായിരിക്കും. എന്തൊക്കെ ഉണ്ടായിരിക്കും? ക്യാമറയെ കുറിച്ചും
സംവിധായകൻ പറയുന്നതിനെ കുറിച്ചും ശബ്ദത്തെ കുറിച്ചിട്ടും സമയത്തെ കുറിച്ചും സീനിന്റെ ചിത്രീകരണം, പശ്ചാത്തലം തുടങ്ങി സകലമാന കാര്യങ്ങളും ഇതിനകത്തുണ്ടായിരിക്കും. തിരക്കഥയിൽ കൃത്യമായിട്ടുള്ള വിശദാംശങ്ങളോടുകൂടി എഴുതി വച്ചിട്ടുണ്ടായിരിക്കും. ഇനി തിരക്കഥയുടെ ഘട്ടങ്ങൾ, അത് തിരക്കഥ രചിക്കാൻ പോവുകയാണല്ലോ അല്ലെ. അപ്പൊ ആ തിരക്കഥയിൽ രചിക്കുന്ന സമയത്ത് ഇന്ന ഘടകങ്ങൾ വേണം നമ്മൾ പറഞ്ഞു അല്ലെ. ഇത്രയും ഘടകങ്ങളൊക്കെ അതിന്റെ അകത്തേക്ക് ഉണ്ടായിരിക്കണം. ഞാൻ അവയെ എങ്ങനെ ഉണ്ടാക്കാം? പ്രത്യേകിച്ച് ഒരു കഥ എഴുതുന്ന സമയത്ത് കഥയായിക്കോട്ടെ തിരക്കഥ ആയിക്കോട്ടെ ഒരു പ്രമേയം അഥവാ അതിനൊരു ഇതിവൃത്തം വേണം അല്ലെ. അപ്പൊ ഒരു പ്രമേയം ആദ്യം രൂപപ്പെടുന്നു. ഇന്ന കഥയാണ് എഴുതാൻ പോകുന്നത്, തിരക്കഥയാക്കി മാറ്റാൻ പോകുന്നത്. അതിനെന്താക്കി മാറ്റുന്നു? അതിന് കൃത്യമായിട്ടുള്ള ഒരു ഇതിവൃത്തം രൂപപ്പെടുത്തിയെടുക്കുന്നത്. അപ്പൊ ആദ്യം പ്രമേയം രൂപപ്പെടുന്നതാണ് ആദ്യ ഘട്ടം എന്ന് പറയുന്നത്. പിന്നീട് അതിനെന്താക്കി മാറ്റുന്നു? കൃത്യമായ ഒരു ഇതിവൃത്തത്തിലേക്ക് എത്തിക്കുന്നു. ഇതിവൃത്തത്തിന് ശേഷം അതിനെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നു. ഇതൊരു പ്രധാന ഘട്ടമാണ് തിരക്കഥയിലെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതായത് പ്രമേയത്തിനനുസൃതമായിട്ട് എന്ത് ചെയ്യുന്നു? ഇതിവൃത്തം കണ്ടെത്തി കഴിഞ്ഞ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് ട്രീറ്റ്മെന്റ് നടക്കുക. അതായത് ഇതിവൃത്തത്തിനും തിരക്കഥയ്ക്കും ഇടയിലുള്ള ഘട്ടത്തെയാണ് ആയില്ലേ, അതൊന്ന് തീർത്തോട്ടെ. ഇതിവൃത്തത്തിനും തിരക്കഥയ്ക്കും ഇടയ്ക്കിലുള്ള ആ ഒരു സമയത്തെയാണ് എന്ത് പറയുക? ട്രീറ്റ്മെന്റ് എന്ന് പറയുക. തിരക്കഥയുടെ ഒരു രൂപരേഖയാണ്. അതായത് അതിൽ എന്തൊക്കെ ഉണ്ടാക്കും? കഥ ആദ്യം കഥയുടെ ആദ്യം എങ്ങനെയാണ്, കഥ എങ്ങനെയാണ് വികസിക്കുന്നത്, കഥാന്ത്യം എന്ത്, കഥാപാത്രങ്ങളുടെ പ്രധാന സംഭവങ്ങൾ തുടങ്ങിയൊക്കെ ക്രമത്തിലായിരിക്കും ഈ ട്രീറ്റ്മെന്റിൽ നൽകിയിട്ടുണ്ടായിരിക്കുക. ഇനി തിരക്കഥയുടെ കുറച്ച് ഘട്ടങ്ങളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ തിരക്കഥ രചിക്കുമ്പോൾ ചില ഘട്ടങ്ങൾ പാലിക്കേണ്ടതല്ലേ. തിരക്കഥയിലെ ഏകദേശ ഘടനയാണ് അല്ലെങ്കിൽ ഘട്ടങ്ങളാണ് പറഞ്ഞത്. ഇനി ഈ ഘട്ടങ്ങൾ തന്നെ ഏതൊക്കെ തരത്തിൽ അല്ലെങ്കിൽ ഒരു തിരക്കഥ എങ്ങനെയെല്ലാം രചിക്കാം എന്നാണ് പറയുന്നത്. തിരക്കഥ ആവിഷ്കരിക്കുന്നത് പ്രധാനമായിട്ട് 2 രീതികളാണ് ഉള്ളത്. ഒന്നെന്താ? വിശദീകരണാത്മകം അഥവാ കാലാനുക്രമം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഇൻ മീഡിയ റെസ് എന്ന് പറഞ്ഞ രണ്ടാമത്തെ രീതി. ഈ 2 അവസ്ഥകളിലും പ്രധാനമായി 4 അവസ്ഥയാണ്, 2 രീതികളാണല്ലോ അല്ലെ. ഒന്നെല്ലാം വിശദീകരിച്ചുകൊണ്ടും അല്ലെങ്കിൽ കാലത്തിന് അനുസരിച്ചും പറയുക. 2 ഇൻ മീഡിയ റെസ് എന്ന് പറയുന്നത്. ഈ 2 രീതികളിൽ ഒരേ രീതിയിലാണ് കഥ ആഖ്യാനം നടത്തുന്നത്. 4 അവസ്ഥകളിലൂടെയാണ് തിരക്കഥ കടന്നു പോവുക. ഒന്നെന്താ? ആദ്യത്തെ ഘട്ടം വിവരണം, രണ്ടാം ഘട്ടം സങ്കീർണം, 3 മൂർധന്യം, 4 കഥാ നിർവഹണം. എക്സ്പ്ലോഷൻ, വിവരിച്ചു കൊണ്ടുപറയുക അല്ലെ. നമുക്ക് അതൊക്കെ എന്താ നോക്കാം. ആദ്യത്തെ വിശദീകരണാത്മക അഥവാ കാലാനുക്രമം, പ്രത്യേക കാലഘട്ടത്തിനനുസരിച്ചിട്ടായിരിക്കും, സമയത്തിനനുസരിച്ചിട്ടായിരിക്കും ഈ തിരക്കഥ നിർമ്മിക്കുക. അപ്പൊ 2 തരത്തിൽ തിരക്കഥ നിർമ്മിക്കുന്നതിൽ ആദ്യത്തെ രൂപമാണ് വിശദീകരണാത്മകം അഥവാ കാലാനുക്രമം എന്ന് പറയുന്നത്. കാലഗണന അനുസരിച്ച് കഥയിലെ സംഭവങ്ങൾ ആരംഭം മുതൽ അവസാനം വരെ കാണിക്കുന്ന രീതിയെയാണ് എന്ത് പറയുക? വിശദീകരണാത്മകം അഥവാ കാലാനുക്രമം എന്ന് പറയുക. ഇതിൽ വിവരണം എങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കാം? വിവരണം, കഥാപാത്രം. അപ്പൊ ആദ്യം തുടങ്ങുന്ന സമയത്ത് വിവരണം എങ്ങനെ നൽകാം? തിരക്കഥ എഴുതുന്ന സമയത്ത് വിവരണമാണ്. അതിൽ എന്തൊക്കെ ഉള്ളു? കഥാപാത്രങ്ങൾ ആരൊക്കെ, സ്ഥലം ഏത്, കഥ അഥവാ അതിന്റെ സന്ദർഭം തുടങ്ങിയവയൊക്കെയാണ് വിവരണം എന്നുള്ള ഭാഗത്തിൽ വരിക. ഇനി രണ്ടാം ഘട്ടമായിട്ടുള്ള തിരക്കഥാ രചനയുടെ രണ്ടാം ഘട്ടമാണ് സങ്കീർണം എന്ന് പറയുന്നത്. അതായത് രണ്ടാം ഘട്ടത്തിലേക്ക് എത്തുന്ന സമയത്ത് കഥാപാത്രങ്ങളുടെ പരസ്പരമുള്ള മാനസികാവസ്ഥയെ കുറിച്ചിട്ട് എഴുതാം, അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള അകൽച്ചയോ വിദ്വേഷമോ ദേഷ്യമോ തുടങ്ങിയ സാംസ്കാരികമായിട്ടുള്ള എതിരുള്ള തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളായിരിക്കും സങ്കീർണം എന്നുള്ള ഒരു സംഘർഷത്തിന്റെ ഘട്ടമാണ് സങ്കീർണം എന്ന് പറയുന്നത്. ഇനി മൂന്നാം ഘട്ടമാണ് മൂർധന്യം എന്ന് പറയുന്നത്. കഥാപാത്രങ്ങൾ ഒരിക്കലും പൊരുത്തപ്പെടാൻ കഴിയാത്തവരായി അടിച്ചു പിരിയുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തുന്ന ഒരു സന്ദർഭം ഉണ്ടാവുമല്ലോ, അതാണ് മൂർധന്യം എന്ന് പറയുന്നത്. നാലാമത്തെയാണ് കഥാനിർവഹണം. സംഘർഷം എല്ലാം പരിഹരിക്കപ്പെട്ട് ഒരു പോംവഴി ഉരുത്തിരിയുകയും കഥാപാത്രം സമാധാനത്തിലേക്ക് എത്തി. നമ്മളൊരു സിനിമ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ആ സിനിമയുടെ ആദ്യഘട്ടത്തിൽ ആരൊക്കെയാണ് കഥാപാത്രങ്ങൾ, കഥാപാത്രത്തിന്റെ ബന്ധുക്കൾ ആരൊക്കെയാണ്, സുഹൃത്തുക്കൾ ആരൊക്കെയാണ്, അല്ലെങ്കിൽ അവിടെ നടക്കുന്ന പശ്ചാത്തലം, അദ്ദേഹത്തിന്റെ വീട്, കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഒരു വിവരണം അല്ലെ. പിന്നീട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുന്നു, പരസ്പരം വഴക്കുകളോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ സിനിമ ഒരു സംഘർഷ മുഹൂർത്തത്തിലേക്ക് പോകുന്നു, പിന്നീട് വീണ്ടും അത് ഒത്തുതീർക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തുന്നു. അങ്ങനെ അവസാനം അതിനൊരു പോംവഴി ഉണ്ടാകുന്നു. ഇത്തരത്തിലായിരിക്കും തിരക്കഥയുടെ ഒരു രചന ഉണ്ടായിരിക്കും. എല്ലാ തിരക്കഥകളും ഇങ്ങനെ ആവണമെന്നില്ല, പക്ഷെ വ്യത്യസ്തമായിട്ടുള്ള കാലഘട്ടത്തിലൂടെ ഇങ്ങനെ വേണം നമുക്ക് സിനിമയെ ചിത്രീകരിക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി ഇൻ മീഡിയ
മീഡിയ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തേൽ എടുക്കുകയാണെങ്കിൽ സംഭവങ്ങളുടെ മൂർധന്യത്തിൽ നിന്ന് കഥ, അതായത് ക്ലൈമാക്സ് ആയിരിക്കും ആദ്യം കാണിക്കുക. ഇപ്പോ സിനിമ ഒരു ഉദാഹരണം പറയുകയാണ്, മോഹൻലാലിന്റെ ഏറ്റവും പുതിയ സിനിമ എല്ലാവരും കണ്ടിട്ടോന്ന് അറിയാം, നേര് എന്ന് പറഞ്ഞുള്ള സിനിമ. കഥയിൽ നടക്കുന്ന ക്ലൈമാക്സ് ആണ് ആദ്യം കാണിക്കുക, അല്ലെങ്കിൽ ക്ലൈമാക്സിൽ എന്താണ് സംഭവിക്കാൻ പോലെ എന്തൊക്കെയാണ് ഉൾച്ചേർന്നിരിക്കുന്നതെന്നാണ് നമുക്ക് അറിയാം, അല്ലെങ്കിൽ എന്താണ് കഥയുടെ ഏറ്റവും പ്രധാന തന്തു എന്നുള്ള കാര്യം. അതിനുശേഷം സിനിമ തുടങ്ങുന്ന ആ ഒരു രീതിയാണ് എന്ത് പറയുക, ഇൻ മീഡിയ റെസ് എന്ന് പറയുന്നത്. ഇതിന് കുറച്ച് ഘട്ടങ്ങളുണ്ട്. എന്താണ് ആദ്യം പൂർവ്വസ്ഥിതി, ആദ്യം ഏറ്റവും അവസാനത്തെ സ്ഥിതി എന്താണെന്ന് നമുക്ക് കാണിച്ചു തരുന്നു. പിന്നെ സിനിമ ഒരു സംഘർഷ ഘട്ടത്തിലൂടെ അഥവാ സംഘട്ടനത്തിലൂടെ പോകുന്നു. ക്രിയ, പ്രവൃത്തിയുടെ കുതിച്ചുവരും, എന്താണ് നടക്കാൻ പോകുന്നതിന്റെ വലിയ മൂർധന്യമായിട്ടുള്ള ഒരു വലിയ അവസ്ഥ മനസ്സിൽ സൃഷ്ടിക്കുന്നു. പിന്നെ ക്ലൈമാക്സിലേക്ക് കിടക്കുന്നു, മൂർധന്യത്തിന്റെ അവസ്ഥയിലേക്ക് കിടക്കുന്നു. പിന്നെ ക്രിയയുടെ ആവരണം, കഥാനിർവഹണം, അതായത് പ്രേക്ഷകരുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ആ കഥയുടെ മുഴുവനായിട്ടുള്ള ഒരു രൂപം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ 2 ഘട്ടങ്ങളാണ്. ഇതിനോ കൂടുതൽ വിശദീകരിച്ചിട്ട് മനസ്സിലാക്കേണ്ട എന്താണ് മീഡിയ റെസ് എന്നും അതുപോലെ തന്നെ വിശദീകരണം അഥവാ കാലാനുഗപ്പം എന്താണെന്നും മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് അടുത്തൊരു മേഖല വന്ന ചലച്ചിത്ര ആസ്വാദനമാണ്. നമുക്ക് എല്ലാവർക്കും അറിയില്ല, ചലച്ചിത്രത്തെ ആസ്വദിക്കുക എന്നുള്ളതാണ്. എന്തെല്ലാം ഇതിന്റെ ഗുണങ്ങളുണ്ട്. കലാപരമായും സാംസ്കാരിക, ചരിത്ര, സാങ്കേതിക വശങ്ങൾ ഉൾപ്പെടുത്തി അതിന്റെ വിവിധ തലങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് സിനിമയെ ആസ്വദിക്കുന്നതിനെയാണ് ചലച്ചിത്ര ആസ്വാദനം എന്ന് പറയുക. നമ്മളിപ്പോ കവിതയുടെ ആസ്വാദന കുറിപ്പ് എന്ന് പറയില്ലേ, അതുപോലെ ചലച്ചിത്രത്തിന് എന്തുണ്ട്, ആസ്വാദന ഉണ്ട്. അപ്പൊ അതിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം, ഛായാഗ്രഹണം, എഡിറ്റിംഗ്, സൗണ്ട് ഡിസൈൻ, സംവിധാനം, അഭിനയം, തിരക്കഥ, രചന തുടങ്ങിയ എല്ലാ വശങ്ങളെയും സംയുക്തമായിട്ട് ആസ്വദിച്ചുകൊണ്ടുള്ള പഠിത്തത്തിനെയാണ് എന്ത് പറയുക, ചലച്ചിത്ര ആസ്വാദനം എന്ന് പറയുക. കലാരൂപം എന്ന നിലയിൽ, സാംസ്കാരിക മാധ്യമം എന്ന നിലയിൽ സിനിമയെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനൊക്കെ എന്ത് സഹായിക്കും, ഈ ചലച്ചിത്ര ആസ്വാദനം. സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. ചലച്ചിത്രത്തെ പൂർണ്ണമായി ആസ്വദിച്ച് അതിന്റെ വിവിധ മേഖലകളെ കുറിച്ചിട്ട് അതിന് നല്ല വശങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു പഠനം പോലെ നടത്തുന്നതിനെയാണ് ചലച്ചിത്ര ആസ്വാദനം എന്ന് പറയുക. അതേപോലെ ചലച്ചിത്ര നിരൂപണം എന്ന് പറഞ്ഞാലോ അതിന്റെ വിമർശനമായിട്ടുള്ള വശങ്ങളെ കുറിച്ചിട്ടൊക്കെ ചൂണ്ടിക്കാണിക്കുക അല്ലെ. അതിന്റെ കലാപരമായിട്ട് അതിൽ എന്തൊക്കെ വിഷയങ്ങളുണ്ട്, അതിന്റെ ആഖ്യാനഘടന, പ്രമേയങ്ങൾ തുടങ്ങി ഇതിവൃത്തം, അവയിൽ വന്ന പാഴ്ചകൾ, ഇവയൊക്കെ സംക്ഷിപ്തമായിട്ട് പഠിപ്പിക്കുന്നതിനെയാണ് എന്ത് പറയുക, ചലച്ചിത്ര നിരൂപണം എന്ന് പറയുക. വിമർശനത്തിന്റെ ഒരു മേഖലയാണ് അല്ലെ നിരൂപണം എന്ന് പറയുന്നത്. വിമർശന നിരൂപണമൊക്കെ ഏകദേശം ഒരു ചട്ടക്കൂടിൽ വരുന്നതാണല്ലോ. അപ്പൊ സിനിമയെ നിരൂപിക്കുക അല്ലെങ്കിൽ വിമർശിക്കുന്നതിനെയാണ് ചലച്ചിത്ര നിരൂപണം, അഥവാ ഒന്ന് ചലച്ചിത്രം ആസ്വദിക്കലും ഒന്ന് വിമർശിക്കലുമാണ്. 2 ഉദാഹരണങ്ങളാണ് അത്തരത്തിൽ ഇറങ്ങിയിട്ടുള്ള 2 ഉദാഹരണങ്ങളാണ് വിജയകൃഷ്ണന്റെ ചലച്ചിത്ര സമീക്ഷ എന്ന് പറഞ്ഞ പുസ്തകം, അതുപോലെ തന്നെ മലയാള സിനിമയുടെ കഥ എന്ന് പറഞ്ഞ പുസ്തകം. ചലച്ചിത്ര സമീക്ഷ ചലച്ചിത്രത്തിന്റെ ഒരു മാസികയായിട്ടൊക്കെ പുറത്തിറങ്ങാറുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ചലച്ചിത്രത്തിന്റെ നിരൂപണത്തെ ആസ്വാദനത്തെയും കുറിച്ചിട്ടാണ്. നിങ്ങൾക്ക് വിശദ പഠനത്തിനായിട്ട് ഇത്രയും പുസ്തകങ്ങളൊക്കെയാണ് നൽകിയിട്ടുള്ളത്. വിശദ പഠനം കൂടുതലായിട്ട് നോക്കാനായിട്ട് ശ്രമിക്കുക. വിശദ പഠനത്തിൽ നിന്ന് ചോദ്യങ്ങൾ എന്തായാലും ഉണ്ടായിരിക്കും. മാത്രമല്ല ഈ നമ്മളിപ്പോ ഇത്രയും നേരം പഠിച്ചിട്ടുള്ള പല വിഷയങ്ങളെയും കൂടുതൽ അറിയാനായിട്ട് സാധിക്കുന്നത് ഇത്തരത്തിലുള്ള വിശദ പഠനത്തിൽ നിന്നായിരിക്കും. പിന്നെ സഹായക രചനകൾ, പ്രധാനമായിട്ടും നമ്മുടെ ഈ ഒരു ബ്ലോക്ക് 4 വരെ പഠിച്ചു തരുമ്പോൾ നിങ്ങൾ സഹായ രചന, പ്രത്യേകിച്ച് PGക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്നുള്ള നിലയ്ക്ക് തന്നെ നിങ്ങൾ കൂടുതലായിട്ട് റെഫർ ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള സഹായ രചനകളെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും. സിനിമയെ കുറിച്ച് പല പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അത്രയും പുസ്തകങ്ങൾ നിങ്ങൾ പഠിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. ഒരു ഡിഗ്രി കാലഘട്ടം പോലെയല്ല, കുറച്ചും കൂടി വിശദമായിട്ടുള്ള ഒരു പഠനമാണ് PG കാലഘട്ടത്തിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പോയിന്റുകൾ മാത്രം പഠിക്കുക എന്നുള്ളതല്ല, കൂടുതലായി സാഹിത്യത്തെ അറിയാൻ വേണ്ടി അല്ലെങ്കിൽ സിനിമയെ കുറിച്ച് അറിയാൻ വേണ്ടി പലതരത്തിലുള്ള സഹായ രചനകളൊക്കെ നിങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. പഠിക്കാനില്ല, മൊഡ്യൂളിലെ ബ്ലോക്കിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തരുത്. കൂടുതലായി നിങ്ങൾ ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട് അറിയാനായിട്ട് ശ്രമിക്കണം. അപ്പൊ ഇത്രയാണ് നമ്മുടെ ബ്ലോക്ക് 4 എടുക്കാനുള്ളത്. ഏകദേശം നമ്മൾ 4 ബ്ലോക്കിലൂടെ ലോക സിനിമയുടെ ചരിത്രം, ഇന്ത്യൻ സിനിമയുടെ ചരിത്രം, മലയാള സിനിമയുടെ ചരിത്രം കൂടുതലായിട്ട് മനസ്സിലാക്കി. അതുപോലെ തന്നെ മലയാള സിനിമയും സാഹിത്യവും തമ്മിലുള്ള ബന്ധവും തുടങ്ങി വിവിധമായിട്ടുള്ള മേഖലകൾ, സാങ്കേതിക വശങ്ങളെ കുറിച്ചും സാഹിത്യ വശങ്ങളെ കുറിച്ചും വലിയ രീതിയിൽ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. ഒരു സിനിമയെ കുറിച്ചിട്ടുള്ള ഒരു പഠനം എന്നുള്ളതിനുപരി ഒരു ചലച്ചിത്രത്തിന്റെ വലിയ രീതിയിലുള്ള പഠനം തന്നെ ഈ ഒരു 4 ബ്ലോക്കിലൂടെ നടന്നിട്ടുണ്ട്. എല്ലാവർക്കും ക്ലാസ്സുകൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കൂടുതലായിട്ട് എല്ലാ ബ്ലോക്കുകളും കൃത്യമായി കണ്ടു പഠിക്കുക. അതുപോലെ തന്നെ സഹായ രചനകളായിട്ട് നൽകിയിട്ടുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വേറൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണുന്നത് വരേക്കും നന്ദി.